ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവത ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവത കഥാശ്രവണോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളും സ്വാഗതം. അന്നേരം ഇന്ന് നമ്മൾ നരസിംഹ ഭഗവാന്റെ ലീലകൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. അന്നേരം നരസിംഹ ഭഗവാൻ അവതരിക്കാൻ സമയമായി, സന്ധ്യാസമയം ആകാറിയായി. അതുകൊണ്ട് നമുക്ക് നോക്കാം ഭഗവാൻ എങ്ങനെയാണ് അവതരിച്ചത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ആ ഭഗവാന്റെ അഹേതുകമായിട്ടുള്ള കാരുണ്യത്താൽ ആ നരസിംഹ രൂപം എടുത്തുകൊണ്ട് ഭക്തരുടെ സംരക്ഷണാർത്ഥം ഭഗവാൻ എടുത്ത ആ രൂപത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അന്നേരം രാവിലെ നമ്മൾ ചർച്ച ചെയ്തത് ആ പ്രഹ്ലാദൻ എങ്ങനെയാണ് ആ ഒരു അസുര കുലത്തിൽ ജനിച്ചിട്ടും പ്രഹ്ലാദൻ്റെ ആ ഒരു ഭക്തി, ഭഗവാനോടുള്ള ഒരു പരിശുദ്ധ ഭക്തി, അതെല്ലാവർക്കും എപ്പോഴും എത്ര കാലങ്ങൾ കഴിഞ്ഞാലും വലിയൊരു പ്രചോദനം തന്നെയാണ്. അന്നേരം ആ ഭക്ത പ്രഹ്ലാദൻ്റെ പല രീതിയിലും അച്ഛൻ ചോദിച്ചു, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തായിരുന്നു ഗുരുകുലത്തിൽ നിന്ന് പഠിച്ചതെന്ന് പല രീതിയിലും ചോദിച്ചപ്പോഴും ആദ്യം പറഞ്ഞു, അങ്ങ് നേരെ കാട്ടിൽ പോവുക, ഇവിടെ നിന്ന് നിന്നിട്ട് സംസാര സാഗരത്തിൽ നിന്നിട്ട് കാര്യമില്ല, ഇതൊരു ഗ്രഹം അന്ധകൂപമാണ് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം വീണ്ടും ചോദിച്ചപ്പോഴത്തേക്ക് രണ്ടാമത് പോയി ഗുരുകുലത്തിൽ പോയിട്ട് വീണ്ടും തിരിച്ചു വന്നപ്പോൾ വീണ്ടും ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, എന്താണ് ഏറ്റവും കൂടുതൽ ശ്രേയസ്കരമെന്ന് പറഞ്ഞപ്പോൾ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യവാത്മനിവേദനം, ഭഗവാനെക്കുറിച്ച് ശ്രവിക്കുന്നതും ഭഗവാനെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നതും അങ്ങനെ ഭഗവാനെ സ്മരിക്കുന്നതും, അങ്ങനെ നവവിധ ഭക്തി, 9 തരത്തിലുള്ള ഭഗവാനെക്കുറിച്ച് ഒരു ഭക്തൻ ഭഗവാന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് 9 രീതിയിൽ ഭഗവാനുമായിട്ടുള്ള ഭക്തി പ്രകടിപ്പിക്കാൻ പറ്റും. എൻ്റെ ഉള്ളിൽ ഭക്തിയുണ്ട് എന്ന് പറയുന്നു, പക്ഷേ ആചരണത്തിൽ കാണുന്നില്ല. ആചരണത്തിൽ ഈ 9 കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഒന്നീ ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ താല്പര്യം കാണണം, മുടങ്ങാതെ ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ ഒരു താല്പര്യം കാണണം. അല്ലെങ്കിൽ പിന്നെ ഭഗവാനെക്കുറിച്ച് ഭഗവാനെക്കുറിച്ച് കേൾക്കാത്തവർക്ക് ഒരിക്കലും ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ കേൾക്കുന്നില്ല, അങ്ങനെയും വരത്തില്ല. അന്നേരം തുടക്കം എന്തായാലും ശ്രവണത്തിൽ നിന്നാണ്. അന്നേരം ഏറ്റവും നല്ല ഭക്തൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ ശ്രവിക്കുന്ന ആളാണ്. അന്നേരം ശ്രവണം, ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ താല്പര്യം കാണണം. അതുകൂടാതെ ഭഗവാന്റെ കീർത്തനം പാടാൻ താല്പര്യം കാണണം, ഭഗവാനെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കാൻ താല്പര്യം കാണണം. സ്മരണം, ഭഗവാനെ സ്മരിക്കാൻ താല്പര്യം കാണണം. ഭഗവാന് വേണ്ടി അർച്ചനകൾ ചെയ്യാൻ, പുഷ്പങ്ങൾ അർപ്പിക്കുകയും അങ്ങനെയുള്ള ഭഗവാന് വേണ്ടി എന്തെങ്കിലുമൊക്കെ അർപ്പിക്കാൻ താല്പര്യം കാണണം. ഭഗവാനെ നമസ്കരിക്കാൻ, ഭഗവാന്റെ ഒരു ദാസനായിട്ട് സ്വയം കരുതാനും, ഭഗവാനോട് ഒരു സൗഹൃദ ബന്ധത്തിലിരിക്കാൻ, എല്ലാം സർവസ്വവും ഭഗവാനിൽ അർപ്പിച്ച് ജീവിക്കാൻ, നമ്മുടെ കായേന വാച മനസ്സ, നമ്മുടെ ശരീരം കൊണ്ട് ഭഗവാന്റെ സേവനം ചെയ്യുന്നു, മനസ്സുകൊണ്ട് ഭഗവാനെ സ്മരിക്കുന്നു, വാക്കുകൾ കൊണ്ടും ഭഗവാന്റെ സേവനം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഇന്ന് കരുതുന്ന എല്ലാം ഭഗവാന്റേതാണ് എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ തന്നെ ആ ഒരു ബോധത്തോടു കൂടി ജീവിക്കുന്നതിനെയാണ് നവവിധ ഭക്തി എന്ന് പറയുന്നത്. ആ ഒരു വ്യക്തിയാണ് ഭക്തൻ എന്ന് പറയുന്നത്. എന്നാൽ പ്രഹ്ലാദൻ ആ ഒരു കാര്യമൊക്കെ ഹിരണ്യകശിപുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഉടൻ തന്നെ ഹിരണ്യകശിപുവിന് വലിയ ദേഷ്യമായി, അല്ലേ? പല രീതിയിൽ ഹിരണ്യകശിപുവിനെ പ്രഹ്ലാദനെ കൊല്ലാൻ നോക്കി. പക്ഷേ ഏതൊക്കെ രീതിയിൽ കൊല്ലാൻ നോക്കിയിട്ടും പ്രഹ്ലാദനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പല രീതിയിൽ കൊല്ലാൻ നോക്കിയിട്ടും പ്രഹ്ലാദനൊന്നും സംഭവിക്കാത്തതുകൊണ്ട് ഹിരണ്യകശിപു വരെ ഭയപ്പെട്ടു പോയി. എന്താണ് ഇവന് ഇത്രയും ശക്തി? അതുകൂടാതെ അസുരഗണങ്ങളോടെല്ലാം പറഞ്ഞു, സ്വന്തം കുലത്തിലാണെങ്കിലും നമ്മുടെ കുലത്തിൻ്റെ ശത്രുവിൻ്റെ പക്ഷത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇവനെ നമ്മുടെ ബന്ധുവായിട്ട് കാണാൻ പറ്റത്തില്ല, ഇവൻ നമ്മുടെ ശത്രു തന്നെയാണ്. ഇപ്പോൾ 5 വയസ്സുള്ളപ്പോഴേ ഇത്രയും ഉറച്ച ശക്തിയും അതൊക്കെ ആണെങ്കിൽ വലുതാകുമ്പോൾ നമുക്ക് വലിയൊരു പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ഇവനെ ഇപ്പം തന്നെ കൊന്നേക്കൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഏതൊക്കെ രീതിയിൽ കൊല്ലാൻ നോക്കിയിട്ടും ഒരു രക്ഷയില്ല. അവസാനം ഹിരണ്യകശിപു മടുത്തു. ഹിരണ്യകശിപു തലയൊക്കെ താഴ്ത്തി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്, എൻ്റെ ഈ ഒരു പ്രഹ്ലാദനെ കൊല്ലാൻ ഒരു രീതിയിലും പറ്റുന്നില്ല, ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു രക്ഷയില്ല. അങ്ങനെ ഹിരണ്യകശിപു ആകെ മടുത്തിരിക്കുമ്പോഴാണ് ആ ഷണ്ഡനും അമരകനും ശുക്രാചാര്യയുടെ മക്കൾ വീണ്ടും വന്നിട്ട് പറയുമോ, അങ്ങ് എന്തിനാ വിഷമിക്കുന്നത്, ഇതിന് നമുക്ക് വഴിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ അവനെ കെട്ടിയിടാം, ശുക്രാചാര്യ വരുന്നവരെ അവനെ കെട്ടിയിടാം എന്ന് പറഞ്ഞിട്ട് പല രീതിയിൽ നമ്മൾ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ശ്രമിച്ചു നോക്കുന്നത്. ആ സമയത്താണ് എന്താ സംഭവിക്കുന്നത്, വീണ്ടും അവിടെ ഈ ശുക്രാചാര്യരുടെ മക്കൾ
എവിടെയോ പോയ സമയത്തിന് അവിടെ ശിഷ്യരെല്ലാവരും ഒത്തുകൂടി നിൽക്കുകയാണ്. ആര്? ഈ ബാക്കിയുള്ള ഗുരുകുലത്തിലുള്ള അസുര കുട്ടികളൊക്കെ അവരെല്ലാവരും ഒത്തിരിക്കുകയാണ്. അന്നേരം അവിടെ ഇരിക്കുന്ന സമയത്ത് അവരെല്ലാവരും കൂടെ ആ ഒരു എല്ലാവരും കളിക്കാൻ ഇറങ്ങുകയാണ്. അന്നേരം പ്രഹ്ലാദനെ എല്ലാവർക്കും ഇഷ്ടവുമാണ്. അന്നേരം പ്രഹ്ലാദനെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് നേരെ ചെന്ന് പ്രഹ്ലാദനെയും കൂടെ കളിക്കാൻ വിളിക്കുകയാണ്. അന്നേരം പ്രഹ്ലാദൻ പറയുകയാണ്, ഈ ജീവിതം എന്ന് പറയുന്നത് കളിച്ച് ചിരിച്ച് കളയാനുള്ളതല്ല, ജീവിതത്തിൻ്റെ അന്തിമ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. ആ ഒരു രംഗം വരെയാണ് നമ്മുടെ ശ്രീമദ് ഭാഗവതം എത്തിയിരിക്കുന്നത്. അന്നേരം പ്രഹ്ലാദൻ എന്തൊക്കെയാണ് ഉപദേശങ്ങൾ കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. ഇന്നത്തെ സത്സംഗം ഇവിടെ നമുക്ക് തുടങ്ങാം. ആദ്യം നരസിംഹാർത്തി വെച്ച് തുടങ്ങാം. അതിനുശേഷം കീർത്തനം വെച്ച് ആരംഭിച്ചിട്ട് ബാക്കി കഥ നമ്മൾ ചർച്ച ചെയ്യാം. നമസ്തേ നരസിംഹായ, നമസ്തേ നരസിംഹായ, പ്രഹ്ലാദലാദലായിനേ, പ്രഹ്ലാദലാദലായിനേ, ഹിരണ്യകശിപോ വക്ഷഃ, ഹിരണ്യകശിപോ വക്ഷഃ, ശീലകങ്കാനകാലയേ, ശീലകങ്കാനകാലയേ, ഇതോ നരസിംഹ പരതോ നരസിംഹ, ഇതോ നരസിംഹ പരതോ നരസിംഹ, യതോ യതോ യാമി തതോ നരസിംഹ, യതോ യതോ യാമി തതോ നരസിംഹ, ബഹേ നരസിംഹ ഹൃദയേ നരസിംഹ, ബഹേ നരസിംഹ ഹൃദയേ നരസിംഹ, നരസിംഹമതിം ശരണോ ദദതി, നരസിംഹമതിം ശരണോ ദദതി, തവ കരകമലവരേ നഖ അദ്ഭുത ശൃംഗ, ലളിതാ ഹിരണ്യകശിപോ തനുഭൃംഗ, കേശവദ്വൈത നരഹരിരൂപ, ജയ ജഗദീശ ഹരേ, ജയ ജഗദീശ ഹരേ, ജയ ജഗദീശ ഹരേ, തവ കരകമലവരേ നഖ അദ്ഭുത ശൃംഗ, ലളിതാ ഹിരണ്യകശിപോ തനുഭൃംഗ, കേശവദ്വൈത നരഹരിരൂപ, ജയ ജഗദീശ ഹരേ, ജയ ജഗദീശ ഹരേ, ജയ ജഗദീശ ഹരേ, ജയ നരസിംഹദേവ്, ജയ നരസിംഹദേവ്, നരസിംഹദേവ് ജയ നരസിംഹ, ജയ പ്രഹ്ലാദ മഹാരാജ്, ജയ പ്രഹ്ലാദ മഹാരാജ്, പ്രഹ്ലാദ മഹാരാജ്, ജയ പ്രഹ്ലാദ മഹാരാജ്, ജയ ജയ പ്രഭുപാദ്, 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 ജയ ജയ പ്രഭുപാദ്, 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 പ്രഭുപാദ്. सर्वभक्ति विघ्न विनाशक नरसिंहदेव भगवान की जय. भक्त शिरोमणि प्रहलाद महाराज की जय. നിതായ ഗൗർ പ്രേമാനന്ദേ. ഹരി ഹരി ബോൾ. ഇനി നമുക്ക് ഒരു ഹരേ കൃഷ്ണ കീർത്തനം കൂടി ചെയ്യാം. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനേ നാമിനേ നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനേ ഇതി നാമിനേ നമസ്തേ सरस्वती देवी गौरवाणी प्रचारिणे निर्विशेष शून्य
पाश्चात्य देशतारिणी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे गोलो केर प्रेम दना हरे राम संकीर्तन की जय। आचार्य श्रीदास ठाकुर की जय। प्रभुपाद की जय। निताय गौर प्रेमानंदे हरि हरि बोल। ഇനി നമുക്ക് ഇന്നത്തെ സത്സംഗം ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനാശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം ഭംഗം ലങ്കായതീ ഗിരിം
യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദിനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. അന്നേരം ഇന്നത്തെ ഈ ഒരു ശ്ലോകത്തിൽ അവിടെ അസുര കുട്ടികളെയെല്ലാം ഇരുത്തിക്കൊണ്ട് പ്രഹ്ലാദൻ ഓരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പോവുകയാണ്. അന്നേരം പ്രഹ്ലാദ് മഹാരാജ് പറയുവാണ്, പൊതുവെ കുമാരാവസ്ഥയിൽ തന്നെ നമ്മൾ ഭക്തി ആചരിക്കണം, ഭക്തി പ്രാക്ടീസ് ചെയ്യണം. കൗമാര ആചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാമിഹ ദുർലഭം മാനുഷജന്മ തദ് അഭി അധ്രുവം അർത്ഥതം. അന്നേരം കുട്ടികളെല്ലാം പ്രഹ്ലാദനെ കളിക്കാൻ വേണ്ടി വിളിക്കുവാണ്. അന്നേരം പ്രഹ്ലാദൻ പറയുവാണ്, നമ്മുടെ ജീവിതം ഇങ്ങനെ കളിച്ചു തീർക്കാനുള്ളതല്ല, അല്ലേ? ജീവിതം എന്തിനുള്ളതാണ്? ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ളതാണ് എന്നാണ് പ്രഹ്ലാദൻ പറയുന്നത്. അന്നേരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശങ്കരാചാര്യ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ശങ്കരാചാര്യ പറയുന്നത്, കുട്ടിക്കാലം മുഴുവൻ കളിയിലും ചിരിയിലും തമാശയിലും പോകും, കളി ചിരിയിലും പോകും. കുറച്ചും കൂടെ കഴിയുമ്പോൾ ഒരു യുവാവസ്ഥയിലെത്തുമ്പോൾ കൂടുതലും കാമ ആഗ്രഹത്തിന്, കാമത്തിൻ്റെ പുറകിൽ നമ്മുടെ യുവത്വം പോകും. ഇനി വൃദ്ധാവസ്ഥ കൂടുതലും എങ്ങനെയായിരിക്കും? ചിന്തകളിലും പോകും. അതാണ് പ്രശ്നം. അന്നേരം ഇങ്ങനെയാണ് പൊതുവെ എല്ലാവരുടെയും ജീവിതം. അത് കുട്ടിക്കാലം കളിയിൽ പോവും, യുവാവസ്ഥയിലെത്തുമ്പോൾ കാമത്തിൻ്റെ പുറകിൽ പോവും, വൃദ്ധാവസ്ഥയിലെത്തുമ്പോൾ എന്താണ്? ചിന്തകളിലും. എന്തിനെക്കുറിച്ചുള്ള ചിന്തകളാണ്? വിഷയം പ്രത്യേകിച്ചൊന്നും വേണ്ട, ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ഇങ്ങനെ കൂട്ടി, ചിന്തകൾ കൊണ്ട് ഇങ്ങനെ ചിന്തകളുടെ ഒരു കൂടാരം തന്നെയായിരിക്കും. ഒന്നിൻ്റെ കുറേ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് വൃദ്ധാവസ്ഥയും പോകുന്നത്. അന്നേരം ഇതിൽ നിന്ന് രക്ഷപ്പെടുന്ന വ്യക്തികളാണ് യഥാർത്ഥത്തിൽ എന്താണ്? ആത്മസാക്ഷാത്കാരത്തിൻ്റെ പുറകെ പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ മനുഷ്യ ജന്മം എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചെത്താനുള്ളൊരു അവസരം നൽകുന്നതാണ്. അതുകൊണ്ട് ഓരോ ജീവാത്മാവും, പ്രത്യേകിച്ച് മനുഷ്യജന്മം എടുത്ത വ്യക്തികൾ, അവർ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടണം എന്നാണ് പ്രഹ്ലാദൻ പറയുന്നത്. കാരണം ഈ ഒരു ഭക്തിയുത സേവനം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. സ്വാഭാവികം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു സ്വഭാവമാണ്, ആത്മീയ ഗുണമാണ് ഭഗവാനോട് ഒരു ആകർഷണം തോന്നുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിദേശ ഭക്തരെ തന്നെ നോക്കുകയാണെങ്കിൽ അവർക്ക് കൃഷ്ണനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. പക്ഷേ ഭഗവാന്റെ നാമവും ജപമൊക്കെ തുടങ്ങിയപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ആ ഭഗവാനോടൊരു ആകർഷണം തോന്നി. കാരണം ഭഗവത് ഭക്തി എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉള്ളിലുള്ളതാണ്. അത് തീർച്ചയായിട്ടും എല്ലാവരുടെ ഉള്ളിലും ഉദിക്കാൻ ഉള്ള അവസരം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഉദിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഭക്ത പ്രഹ്ലാദൻ പറയുവാണ്, അസുരകുലത്തിൽ ജനിച്ച കുട്ടികളെ എന്നാണ് പറയുന്നത്. പൊതുവെ ഇന്ദ്രിയ തൃപ്തിയിലൂടെ ലഭിക്കുന്ന ഇന്ദ്രിയ ആസ്വാദനം എപ്പോഴും നമ്മുടെ പൂർവ്വ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഒരു സുഖം പൊതുവെ അതിനു വേണ്ടി പ്രയത്നിക്കാതെ തന്നെ നമുക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. എങ്ങനെയാണത്? അതിന് ഭക്ത പ്രഹ്ലാദൻ നൽകുന്ന ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണോ ദുഃഖത്തിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കേണ്ട ആവശ്യം വരാത്തത്, അല്ലേ? നമുക്ക് എന്തെങ്കിലും ദുഃഖം വേണമെന്ന് നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ പരിശ്രമിക്കാതെ തന്നെ നമ്മളെ തേടി ദുഃഖം വരുമെന്നുള്ളതാണ്. അതേപോലെ പൂർവ്വജന്മ കർമ്മം അനുസരിച്ചും നമ്മുടെ കർമ്മഫലം അനുസരിച്ചും നമ്മളെ തേടി സുഖവും ദുഃഖവും വരുമെന്നുള്ളതാണ്. എങ്ങനെയാണോ ദുഃഖത്തെ അന്വേഷിച്ച് നമുക്ക് പോകേണ്ട ആവശ്യം വരാത്തത്, അതേപോലെ തന്നെ സുഖവും നമ്മളെ തേടി വരുമെന്നാണ് പറയുന്നത്. ഇനി അടുത്തെന്താണ് പറയുന്നത്? ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി മാത്രം നമ്മുടെ ഉപജീവനം നടത്തുകയാണെങ്കിൽ അതെപ്പോഴും സമയം പാഴാക്കുന്നതാണ്, നമ്മുടെ എല്ലാവിധ എനർജിയും പാഴാക്കുന്നതിന് തുല്യമാണ്. കാരണം ഇതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സുഖം വളരെ താൽക്കാലികമായിരിക്കും. ഇപ്പോൾ പല സത്സംഗത്തിലും നമ്മൾ എടുത്ത ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ നാവിൻ്റെ രുചിക്കുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ പോലും ആ നാവരുചിക്കുള്ള ഭക്ഷണം എന്ന് പറയുന്നത് നാവിൻ്റെ തുമ്പത്ത് നമ്മൾ ആ ഒരു ഭക്ഷണം വയ്ക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു ആസ്വാദനം,
ആ ഒരു ആസ്വാദനം മാത്രമേ ഉള്ളൂ. നാവിൻ്റെ തുമ്പത്ത് നിന്ന് ആ ഭക്ഷണം അകത്തോട്ട് പോകുമ്പോഴും ആസ്വാദനമില്ല, നാവിൽ വെക്കുന്നതിന് മുമ്പേയും ഭക്ഷണത്തിന് ആസ്വാദനമില്ല. നാവിൻ്റെ തുമ്പത്ത് ആ ഭക്ഷണം ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആസ്വാദനമുള്ളൂ. അന്നേരം ആ ഒരു ആസ്വാദനത്തിന് വേണ്ടിയാണ് നമ്മൾ കൂടുതലും പരിശ്രമിക്കുന്നത്. ഇപ്പോൾ ഭക്ഷണം കുക്ക് ചെയ്യാൻ തന്നെ എന്തുമാത്രം സമയം നമുക്ക് പോകും അല്ലേ? അന്നേരം അത്രയും ആ ഒരു വെജിറ്റബിൾസ് ആണെങ്കിലും അതൊക്കെ കട്ട് ചെയ്യുക, അതിനുശേഷം ക്ഷമയോടുകൂടി കാത്തിരിക്കുക, കുക്ക് ചെയ്യുക, അതിനുശേഷം എല്ലാം റെഡിയായിട്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഭക്ഷണ സാധനത്തിലേക്ക് ആകർഷിപ്പിക്കുന്നത് നമ്മുടെ നാവിൻ്റെ തുമ്പത്ത് വയ്ക്കുമ്പോൾ ലഭിക്കുന്ന രുചിക്ക് വേണ്ടിയാണ്. അന്നേരം ഇത്രയൊക്കെ കുക്ക് ചെയ്തതിന് ശേഷവും നമ്മൾ പറയില്ലേ, നാവിന് രുചിയുള്ള ഭക്ഷണം പോലും കിട്ടുന്നില്ല എന്ന് പറയുന്ന പോലെ അത് വലിയൊരു ഫെയിലിയർ ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു പരാജയമായിട്ടാണ് നമ്മൾ കാണുന്നത്. നാവിന് രുചിയുള്ള ഭക്ഷണം ലഭിച്ചില്ലെങ്കിൽ അത് സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ എന്തുമാത്രം ആ ഒരു നാവിൻ്റെ രുചിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് നമുക്ക് ലഭിക്കുന്ന ആ ഒരു ആസ്വാദനം വളരെ ക്ഷണികമായിരിക്കും, വളരെ അളവും വളരെ കുറവായിരിക്കും. അത് എത്ര ഭക്ഷണം കഴിച്ചാലും, എത്ര ഭക്ഷണം നമുക്ക് വേണ്ടി കഴിക്കാനുണ്ടെങ്കിലും ആ ഒരു ഭക്ഷണം നാവിൻ്റെ തുമ്പത്ത് എത്ര ഭക്ഷണമാണോ ഇരിക്കാൻ പറ്റുന്നത് അത്രയും ആനന്ദം മാത്രമേ നമുക്കുള്ളൂ. ക്ഷണികവുമാണ്, താൽക്കാലികവുമാണ്. ആ ഒരു ഇപ്പോൾ നമുക്ക് ആ നാവിൻ്റെ തുമ്പത്ത് വെക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു ആനന്ദം എന്നെന്നും നിലനിൽക്കുമെന്ന് വെച്ചാൽ അതുമില്ല അല്ലേ? ആ ഒരു ആനന്ദം ആ ഒരു ഒറ്റ മൈക്രോ സെക്കൻഡിൻ്റെ ആനന്ദമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അത് തീർന്നു. അതിനുശേഷം എത്ര അളവിലാണ് നമുക്ക് ആനന്ദം ലഭിക്കുന്നത്? വളരെ കുറച്ച് അളവിലാണ്. എത്ര നേരത്തേക്ക് അത് നിൽക്കുന്നു? അതും വളരെ കുറച്ചാണ്. അതായത് എങ്ങനെയൊക്കെ നോക്കിയാലും ഭക്ത പ്രഹ്ലാദൻ പറയുന്നത് എന്താണ്? നമുക്ക് ലഭിക്കുന്ന സുഖം താൽക്കാലികമാണ്, ക്ഷണികമാണ്, അതിൻ്റെ അളവും കുറവാണ്, പൂർണ്ണമായിട്ട് നമുക്ക് തൃപ്തി വരുന്നോ അതുമില്ല. അന്നേരം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തികൾ, അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും? അവരെപ്പോഴും സമയം പാഴാക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് എപ്പോഴും യഥാർത്ഥ ലാഭം നമുക്ക് ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതേ സമയത്ത് ഭഗവാനുമായിട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നെങ്കിൽ എന്തായിരിക്കും? തീർച്ചയായിട്ടും ആത്മസാക്ഷാത്കാരം ലഭിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ എത്ര സമയമാണ്? അതുകൊണ്ടാണ് ഏകാദശി ദിവസം അല്ലെങ്കിൽ പൊതുവെ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ദിവസത്തിൽ കൂടുതൽ ഉപവാസം ഇരിക്കണം എന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ എന്ത് കഴിക്കുന്നു അല്ലെങ്കിൽ എന്ത് കഴിക്കുന്നില്ല എന്നതിനെക്കാട്ടി ഉപരി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു സൈഡിൽ കൂടെ നമ്മൾ ഒന്നും കഴിക്കുന്നില്ല അല്ലെങ്കിൽ അന്നം കഴിക്കുന്നില്ല, ഇതൊക്കെ ഓക്കെ. പക്ഷെ ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഉപവസിക്കുന്നു, ഭഗവാന്റെ അടുത്ത് വസിക്കുന്നു എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ ഉപവാസം എടുക്കുന്നു, പക്ഷെ കിച്ചണിൽ നിന്നും മാറാൻ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ ആ ഒരു ഉപവാസം ആയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വനവാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വനത്തിൽ വസിക്കുക. ഉപവാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത് വസിക്കുക. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് നിന്ന് കേൾക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഉപനിഷത്ത് അടുത്ത് നിന്ന് കേൾക്കുക, ഗുരുമുഖത്തിൽ നിന്ന് അടുത്ത് നിന്ന് കേൾക്കുക. അന്നേരം ഉപവാസം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് വസിക്കുക എന്നതാണ്. എങ്ങനെ വസിക്കാനാണ്? കൂടുതൽ നമ്മുടെ ശ്രദ്ധ ഭഗവാനിൽ കേന്ദ്രീകരിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവിധ വ്രതങ്ങളുടെയും എല്ലാവിധ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും എല്ലാ ഉദ്ദേശം ഇതാണ്. സ്മാർത്തവ്യ സതതം വിഷ്ണു വിസ്മാർത്ഥവ്യം ന ജാതുചേത്. എപ്പോഴും ഭഗവാനെ സ്മരിക്കുക, ഒരിക്കലും ഭഗവാനെ വിസ്മരിക്കാതിരിക്കുക എന്നതാണ് എല്ലാവിധ ശാസ്ത്രങ്ങളുടെയും ഉദ്ദേശം. എല്ലാ വ്രതങ്ങളും എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും ഇതിനു വേണ്ടിയുള്ളതാണ്. എപ്പോഴാണോ ഈ ലക്ഷ്യത്തിൽ നിന്നും നമ്മൾ വ്യതിചലിക്കുന്നത് അപ്പോഴെന്താകുന്നു? ആ ഒരു ലക്ഷ്യം ശരിയാകുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം അതിന് പകരം നമ്മൾ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി മാത്രം, ഇതെല്ലാം പ്രഹ്ലാദനാണ് പറയുന്നത്. ഒന്ന് ആലോചിക്കണം, 5 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഇതൊക്കെ പറയുന്നത്. അത്രത്തോളം ബോധം ഉയർന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ശരീരം 5 വയസ്സിൻ്റെ പ്രായമേ ഉള്ളൂ, പക്ഷേ ആത്മീയമായിട്ട് പരമോന്നത തലത്തിലാണ് നിൽക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് പ്രായം ഒരു പ്രശ്നമല്ല, ബോധം എത്ര പ്രായമാണെങ്കിലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ ബോധം ആ കുട്ടിത്തം വിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് അർത്ഥം? ഒരു കെട്ടിയില്ല. അന്നേരം നമുക്ക് എത്ര പക്വതയുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഭൗതിക ആസ്വാദനത്തിനുള്ള ത്വര എത്രത്തോളം കുറഞ്ഞു, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം നമുക്ക് പക്വത ലഭിച്ചു എന്ന്.
ഇപ്പം ഹിരണ്യകശിപുവിനെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും പ്രായമുള്ള വ്യക്തിയാണ്. പ്രഹ്ലാദനെക്കാട്ടി ഇത്രയും പ്രായമുണ്ട്, പ്രഹ്ലാദനെക്കാട്ടി ഇത്രയും കൂടുതൽ ലോകപരിചയമുള്ള വ്യക്തിയാണ്. പക്ഷെ എന്താണ്? പക്വതയായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം പക്വത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക ആഗ്രഹങ്ങൾ എത്രത്തോളം കുറഞ്ഞു, ആത്മീയ ആഗ്രഹങ്ങൾ എത്രത്തോളം കൂടി, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്നേരം നമ്മൾ ഭക്തിയിൽ പക്വതയായോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? കൂടുതൽ കൂടുതൽ ജപിക്കാൻ താല്പര്യം കാണും നമുക്ക്. അപ്പോൾ ഭഗവാനോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരാൾ നമ്മളോട് പറയേണ്ട ആവശ്യമില്ല ഇത്രയും ജപിക്കുമെന്ന്. നമുക്ക് ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും കൂടുതൽ കൂടുതൽ ജപിക്കാൻ താല്പര്യം തോന്നും. അത് ഒരു സൈഡിൽ കൂടെ നമ്മൾ പറയുന്നു നമുക്ക് ഭഗവാനെ ഇഷ്ടമാണെന്ന്, പക്ഷെ ജപിക്കാൻ താല്പര്യമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ഭക്തിയിൽ താല്പര്യമില്ല, കൃഷ്ണനിൽ താല്പര്യമില്ല എന്നാണ്. അഥവാ നമുക്ക് ഭഗവാനോട് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജപത്തിലും താല്പര്യം കാണും. അന്നേരം ജപത്തിൽ താല്പര്യമില്ല, അതിൻ്റെ അർത്ഥം എന്താണ്? ഭൗതിക ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്, ഭഗവാനുമായിട്ട് ഇതുവരെ അടുത്തിട്ടില്ല, ഒരുപാട് ദൂരെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്നേരം എന്തിനു വേണ്ടിയാണ് നമ്മൾ ഭക്തിയുത സേവനം ചെയ്യുന്നതും ഭക്തരുടെ കാരുണ്യത്തിന് ആഗ്രഹിക്കുന്നതും? ഭക്തരുടെ കാരുണ്യം കൊണ്ട് നാമം ജപിക്കാനുള്ള താല്പര്യം കൂടും, ഭഗവാനെക്കുറിച്ച് കേൾക്കാനുള്ള താല്പര്യം കൂടും. ഇതാണ് ഭക്തിയുടെ ലക്ഷണം. അന്നേരം ഭഗവാനെക്കുറിച്ച് നമ്മൾ വർഷങ്ങൾ കൊണ്ട് മുന്നോട്ട് ഭക്തിയിൽ പുരോഗമിക്കുന്നതിനനുസരിച്ച് കേൾക്കാനുള്ള ആഗ്രഹം കൂടും, ജപിക്കാനുള്ള ആഗ്രഹം കൂടും. ഇതാണ് ലക്ഷണം. എത്രത്തോളം ജപിക്കാൻ ആഗ്രഹം കൂടുന്നോ, എത്രത്തോളം കേൾക്കാൻ ആഗ്രഹം കൂടുന്നോ, ഇതിനനുസരിച്ചാണ് നമ്മൾ ഭക്തിയിൽ പുരോഗമിക്കുന്നത്. അല്ലാതെ വർഷങ്ങൾ കൂടുന്നതിനനുസരിച്ച് ജപം കുറയത്തില്ല, കേൾക്കുന്നതും കുറയത്തില്ല. ജപിക്കുന്നത് കൂടും, കേൾക്കുന്നതും കൂടും, ഭഗവാനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ സ്മൃതിയും കൂടും. പൂർണ്ണമായിട്ടും ഭഗവത് സ്മരണ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതാണ് ലക്ഷണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മൾ ചെയ്യുന്നതും വെറുതെയാണ്, അല്ലേ? ഭക്ത പ്രഹ്ലാദൻ പറയുന്നത് കേട്ടില്ലേ? ഇപ്പം ജപിക്കാതെയും ഭഗവാനെക്കുറിച്ച് കേൾക്കാതെയും നമ്മൾ ചെയ്യുന്ന ബാക്കിയുള്ള പ്രവൃത്തി കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ? ഒരു ഫലമില്ല, ഒരു ഫലമില്ല. അതാണ് ഭക്ത പ്രഹ്ലാദൻ ഇവിടെ പറയുന്നത്. നമ്മൾ പല പല കാര്യങ്ങളും ചെയ്യുന്നു, അല്ലേ? ഇപ്പോൾ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്താലും അല്ലെങ്കിൽ ഒരു ലേബർ ജോലി ചെയ്താലും രണ്ടുപേരും എന്തിനു വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്? വയർ നിറയ്ക്കാൻ വേണ്ടിയാണ്, അല്ലേ? ഒരു വലിയ IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്ക് വലിയൊരു വീട് കാണും, മാസത്തെ ഇഷ്ടംപോലെ ശമ്പളം കാണും. പക്ഷെ ആ ശമ്പളത്തിൻ്റെ ഒരു 90% ആ വീട് നിലനിർത്താൻ വേണ്ടിയായിരിക്കും, ലോണിനെ അടച്ചു തീർക്കാൻ വേണ്ടിയായിരിക്കും. പക്ഷെ എത്ര കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ജീവിതം നിലനിർത്താൻ വേണ്ടി. എവിടെ ഇരുന്ന് കഴിക്കുന്നു എന്നല്ല, അതിനെക്കാട്ടി ഉപരി കഴിക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ്, അല്ലേ? ശരീരം നിലനിർത്തി പോയണോ, ജീവൻ നിലനിർത്തി പോകണമെങ്കിൽ ഭക്ഷണം കഴിക്കണം. അന്നേരം രണ്ടുപേരും ഭക്ഷണം കഴിക്കാനാണ്. മനസ്സിലായില്ലേ? ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് എല്ലാവരും ജീവിക്കുന്നത്. അത് ഒരു ലേബർ ജോലി ചെയ്യുന്ന ആളായാലും, ഒരു പിച്ചക്കാരനാണെങ്കിലും, ഒരു രാജാവാണെങ്കിലും, ഏത് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും അവരുടെ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി ഭക്ഷണം വേണം. അതിനു വേണ്ടിയാണ് എല്ലാവരും ജീവിക്കുന്നത്. അന്നേരം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, എന്തിനാണ് നമ്മൾ സമയം കൂടുതൽ കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇവിടെ പ്രഹ്ലാദ് മഹാരാജ് പറയുന്നു, അടുത്തത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു പോയിന്റാണ്, നമ്മൾ നോക്കണം. പുംസോ വർഷ ശതം ഹി ആയുസ് തദർത്ഥം ചാജിതാത്മന നിഷ്ഫലം യഥാസോ രാത്രിയാം ഷേദേ അന്തം പ്രാപിതസ്തമ. എന്താണ് പറയുന്നത്? എല്ലാ മനുഷ്യജന്മങ്ങളും 100 വർഷമാണ് ജീവിക്കുന്നത്. ശരാശരി എല്ലാവരും 100 വർഷമാണ് ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ ആർക്കാണോ ഇന്ദ്രിയ തൃപ്തി ഇല്ലാത്തത് അവർ അവരുടെ പകുതി ജീവിതം ഉറങ്ങിത്തീർക്കുന്നു, അല്ലേ? ഇപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ 100 വർഷമല്ലല്ലോ ജീവിക്കുന്നത് എന്ന് വിചാരിക്കും. നമ്മൾ 100 വർഷമാണ് ജീവിക്കുന്നത്. നമ്മുടെ 100 വർഷം കർമ്മത്തിനനുസരിച്ച് നമ്മുടെ 100 വർഷം. അന്നേരം ഇപ്പോൾ 50-60 വർഷമാണ് ജീവിക്കുന്നതെങ്കിലും അത് നമ്മുടെ 100% ആണ്. അന്നേരം ആ ഒരു 100% 50%-ഉം 50%, 100%-ത്തിൽ നിന്നും 50% നമ്മൾ ഉറങ്ങി തീർക്കുകയാണെന്നാണ് പറയുന്നത്. ഉറക്കമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഉറക്കമുണ്ട്, പിന്നെ അലസഗമനം, സമയം പാഴാക്കുന്നു, അതൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ 24 മണിക്കൂറിൽ നിന്നും 12 മണിക്കൂർ നമ്മുടെ വെറുതെ പോവുകയാണ്. നമുക്ക് ലഭിക്കുന്ന 24 മണിക്കൂറിൽ നിന്നും 12 മണിക്കൂർ നമ്മൾ പാഴാക്കി കളയുകയാണ്. 6, 7, 8 മണിക്കൂർ ഉറക്കത്തിൽ പോവും,
അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളഞ്ഞ് സംസാരിച്ചു ഇതൊക്കെ കളഞ്ഞ് 12 മണിക്കൂർ എന്തായാലും നമ്മുടെ പോകുന്നുള്ളതാണ്, പകുതി ജീവിതം. അങ്ങനെ എല്ലാ ദിവസവും 12 മണിക്കൂർ പോവുകയാണെങ്കിൽ നമ്മളൊരു 60 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ 30 വർഷം നമ്മൾ ഉറങ്ങി തീർക്കുകയാണ് എന്നാണ് ഭക്തപ്രഹ്ലാദൻ പറയുന്നത്. പക്ഷേ ആ ഒരു ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാത്ത, ആത്മനിയന്ത്രണം ഇല്ലാത്ത വ്യക്തികൾ പകുതി ജീവിതവും ഉറങ്ങി തീർക്കുകയാണ്. അടുത്ത എന്താണ്? അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആ വ്യക്തി ജീവിക്കുന്നത് 50 വർഷമേ ഉള്ളൂ എന്നാണ് പ്രഹ്ലാദൻ പറയുന്നത്. ഇനി അടുത്ത എന്താണ്? ഇനി വളരെ കുട്ടിക്കാലത്ത്, ഇത് കൂട്ടുകാരോട് പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഇനി കുട്ടിക്കാലത്ത് എല്ലാവരും അവരുടെ ആദ്യത്തെ 10 വർഷം ഒരു വിഭ്രാന്ത അവസ്ഥയിൽ പോവുകയാണ്. എന്താ ജീവിതം ഒന്നും മനസ്സിലാവത്തില്ല. നമ്മൾ എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു ഒന്നും അറിയത്തില്ല. ആദ്യത്തെ 10 വർഷം, ജനനത്തിൽ നിന്നും ഉള്ള ഒരു 10 വർഷം അങ്ങനെ പോവുകയാണ്, ഒന്നും അറിഞ്ഞുകൂടാതെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി ഒരു കൗമാരാവസ്ഥയിലേക്ക് എത്തുമ്പോൾ എന്താണ്? കളി, ചിരി, തമാശ, ഇതിൽ 10 വർഷം പോവുകയാണ്. അങ്ങനെ 20 വർഷം പോയി കിട്ടി. ആദ്യത്തെ ജന്മം മുതലുള്ള 10 വർഷവും പിന്നെ ബാക്കിയുള്ള 10 വർഷം, 20 വർഷം പോയി കിട്ടി. ഇനി അടുത്ത് എന്താണ് പറയുന്നത്? അതുകൂടാതെ വൃദ്ധാവസ്ഥയിൽ സാധാരണ രീതിയിലുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതെ ബാക്കിയുള്ള 20 വർഷവും പോവുകയാണ്. അന്നേരം ആദ്യത്തെ 20 വർഷവും അവസാനത്തെ 20 വർഷവും പോവുകയാണ്. അന്നേരം നമ്മൾ ജീവിക്കുന്നത് എത്ര വർഷമാണോ അതിൻ്റെ പകുതി ശതമാനം, 50% നമ്മൾ ഉറങ്ങിത്തീർക്കുന്നു. ബാക്കിയുള്ള 50% നിന്നും എന്താണ് സംഭവിക്കുന്നത്? ആദ്യത്തെ 10% കുട്ടിക്കാലത്ത് പോകുന്നു, ബാക്കിയുള്ള 10% യുവത്വത്തിൽ, കൗമാരാവസ്ഥയിൽ നിന്ന് യുവത്വത്തിലേക്ക് പോകുന്ന സമയത്ത് കളിയിലും ചിരിയിലും കളയുന്നു. ഇനി അവസാനത്തെ 20% വെറുതെയാണ് പോകുന്നത്. കാരണം എന്തായാലും മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മുടെ ആരോഗ്യ ശേഷികളൊക്കെ ഇങ്ങനെ ക്രമേണ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ആകെ കൂടെ നമുക്ക് ഉപയോഗമുള്ളത് നടുക്കലത്തെ ആ ഒരു 10% മാത്രമാണ് എന്നാണ് ഭക്തപ്രഹ്ലാദൻ പറയുന്നത്. അന്നേരം ആരാണോ അവരുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാതെ ആ കുടുംബജീവിതത്തിൽ കൂടുതൽ ആസക്തരായിട്ട് ജീവിക്കുന്നത്, കാമാസക്തിയെ പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നത്, അങ്ങനെയുള്ള ഭ്രാന്തവസ്ഥയിലിരിക്കുന്ന വ്യക്തികൾ ആ ബാക്കിയുള്ള 10 വർഷവും വെറുതെ കളയുകയാണ് എന്നാണ് ഭക്തപ്രഹ്ലാദൻ പറയുന്നത്. കാരണം യഥാർത്ഥത്തിൽ ആ ഒരു ഇടയ്ക്കുള്ള ഒരു നല്ല സമയം, അതാണ് യഥാർത്ഥത്തിൽ ഭക്തിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന സമയം. അതും വേസ്റ്റ് ചെയ്ത് കളയുകയാണ് കാമാസക്തിയുടെ പുറകിൽ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആരാണോ ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാതെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കാതെ, അങ്ങനെയുള്ളവരെല്ലാം ഭൗതിക ബന്ധനത്തിൽ കൂടുതൽ ബന്ധനത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രഹ്ലാദൻ കഠിനമായിട്ടുള്ള കയ്പുള്ള കുറേ സത്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രഹ്ലാദൻ പറഞ്ഞ് പറയുന്നു, അസുര കുട്ടികളെ, ഈ ഒരു ഭൗതിക ലോകത്തിൽ എത്രയധികം വിദ്യാഭ്യാസം നേടിയാലും എൻ്റേത് എന്നുള്ള അഹം മമേതി വിട്ടില്ല എങ്കിൽ പിന്നെ എന്താണ്? അവർ മൃഗത്തിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. എത്ര സത്യമാണ് പ്രഹ്ലാദൻ്റെ ആ ഒരു ശബ്ദങ്ങൾ നോക്കുക, എങ്ങനെ പവർഫുള്ളായിട്ടാണ് വരുന്നതെന്ന്. അവർക്കൊരിക്കലും ആധ്യാത്മിക പാത ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഭഗവാനെക്കുറിച്ചുള്ള ആ ഒരു ജ്ഞാനം മാത്രമേ എല്ലാവിധ ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്താൻ പറ്റൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇന്ദ്രിയ ആസ്വാദനത്തിൻ്റെ പുറകെ പോകാതെ, എപ്പോഴും ഇന്ദ്രിയ ആസ്വാദനത്തിൻ്റെ പുറകെ പോകുക ജീവിതമെല്ലാം പോകും. ഇങ്ങനെയുള്ള രീതിയിൽ പല കാര്യങ്ങളും പ്രഹ്ലാദൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരമാത്മാവായിട്ടിരിക്കുന്ന സാക്ഷാൽ ഭഗവാനെ ഓർക്കുക. ആ ഭഗവാനെ സംപ്രീതനാക്കാൻ വേറെ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരാൾ കുട്ടിയാണെങ്കിലും കുഴപ്പമില്ല, വൃദ്ധാവസ്ഥയിലാണെങ്കിലും കുഴപ്പമില്ല. ആ ഭഗവാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് യഥാർത്ഥ ബന്ധമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താൻ അധികം ബുദ്ധിമുട്ടുമില്ല. കാരണം ഭഗവാനുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശാശ്വത ബന്ധമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ, ഭഗവാന് വേണ്ടി, ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കൂ. നമ്മുടെ ഉള്ളിലുള്ള ആസുരിക ഗുണങ്ങളെയൊക്കെ വിടൂ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യൂ?
മറ്റ് ജീവാത്മാക്കളോട് കാരുണ്യം കാട്ടൂ, അങ്ങനെ ഭക്തിയുത സേവനം ആചരിക്കൂ എന്നാണ് പറയുന്നത്. എല്ലാവിധ ധർമ്മ ആചരണങ്ങളും ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. അന്നേരം ഈ ഒരു ജ്ഞാനം എനിക്ക് നാരദ മഹർഷിയിൽ നിന്ന്, എൻ്റെ ഗുരുവിനിൽ നിന്നാണ് ലഭിച്ചത് അവിടെ പറയുവാണ്. അതുകൊണ്ട് ഇതിനെ ഭാഗവത ധർമ്മം എന്നാണ് പറയുന്നത്. ഏറ്റവും പരമോന്നതമായിട്ടുള്ള ധർമ്മമാണ്. അന്നേരം ഉടൻ തന്നെ നമ്മുടെ അസുര കുട്ടികളൊക്കെ ചോദിച്ചു, പ്രഹ്ലാദ, ഞാൻ ഒരിക്കലും നമ്മുടെ ഗുരുക്കൾ, അതായത് ഷണ്ഡനോ അമരകനോ ശുക്രാചാര്യരുടെ മക്കളോ ഇതൊന്നും പഠിപ്പിക്കുന്നതായിട്ട് കേട്ടില്ല. നമ്മളെന്തായാലും കുട്ടികളാണ്, അവരാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. പക്ഷേ അങ്ങ് എപ്പോഴും കൊട്ടാരത്തിലിരിക്കുന്നതാണ്. അന്നേരം നാരദ മഹർഷിയെ പോലുള്ള ഒരു ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികളെ കാണാനുള്ള അവസരം നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? അത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നാണ് പറയുന്നത്. അന്നേരം ഇതെല്ലാം എന്നാണ് പറയുന്നത്. അന്നേരം ഇനി എന്താണ് പറയുന്നത്? നാരദ മുനി പറയുവാണ്, പ്രഹ്ലാദ് മഹാരാജ് ഒരു അസുര കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ഇങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആ നാരദ മഹർഷിയിൽ നിന്ന് ലഭിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ട് മുന്നോട്ട് പ്രഹ്ലാദൻ പറയുകയാണ്, എൻ്റെ അച്ഛനായിട്ടുള്ള ഹിരണ്യകശിപു മന്ദരാചല പർവ്വത്തിലേക്ക് തപസ്സികൾ അനുഷ്ഠിക്കാൻ വേണ്ടി പോയപ്പോൾ ആ ഒരു ദേവന്മാർ എന്ത് ചെയ്തു? ഇന്ദ്രൻ്റെ നേതൃത്വത്തിൽ നേരെ ആ ഒരു അസുര കുടുംബത്തെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എങ്ങനെയാണോ ഒരു ഇഴജന്തുവിനെ ഉറുമ്പുകളൊക്കെ നശിപ്പിക്കുന്നത്, അതേപോലെ, അതായത് ആ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് പറയുകയാണ്. അന്നേരം ഈ ഒരു ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്ന ഈ ഒരു സ്വന്തം കർമ്മത്താൽ തന്നെ ഈ ഹിരണ്യകശിപു മരിക്കാൻ പോവുകയാണ്. ഇങ്ങനെ പല പല കാര്യങ്ങളും പറഞ്ഞിട്ട് ആ ഒരു ദേവേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ദേവന്മാരെല്ലാവരും എന്ത് ചെയ്തു? നേരെ ആ ഒരു പ്രഹ്ലാദനെ അവൻ ഗർഭത്തിലിരിക്കുമ്പോൾ ആ ഹിരണ്യകശിപു ഇല്ലാത്ത അവസരം നോക്കി നേരെ പോയി ആ ഒരു ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയെ കയാധുവിനെ അപഹരിച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് കൊല്ലാൻ നോക്കുകയായിരുന്നു. അന്നേരം കൊല്ലാൻ നോക്കുന്ന സമയത്ത് സാക്ഷാൽ നാരദ മഹർഷി അവിടെ വന്നതിന് ശേഷം പറയുകയാണ്, എന്തു പറഞ്ഞു? ഈ ഒരു കുട്ടി, ഗർഭത്തിലിരിക്കുന്ന കുട്ടി ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ അസുര കുട്ടിയല്ല, സാക്ഷാൽ ഭഗവാന്റെ വലിയൊരു ഭക്തനാണ്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഇവനിൽ നിന്നും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ നാരദ മഹർഷി വളരെ സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥാനത്തേക്ക് ആ ഒരു പ്രഹ്ലാദൻ്റെ അമ്മയെ കൊണ്ടുപോവുകയും അങ്ങനെ പ്രഹ്ലാദൻ ഗർഭാവസ്ഥയിൽ നിന്നും എല്ലാവിധ കാര്യങ്ങളും പഠിക്കുകയാണ്. അങ്ങനെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ആ ഒരു നാരദ മഹർഷിയിൽ നിന്ന് ഭാഗവത ധർമ്മങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ടും ആ ഒരു പ്രഹ്ലാദൻ പഠിച്ചു എന്നുള്ളതാണ്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കാണ് എല്ലാവിധ തത്വങ്ങൾ വീണ്ടും വീണ്ടും പ്രഹ്ലാദൻ പല രീതിയിലും ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. അതെല്ലാം അവർ നല്ല രീതിയിൽ കേട്ടു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജന്മമൃത്യു ജരാവ്യാധി. നമ്മൾ വീണ്ടും വീണ്ടും ജനിക്കുന്നു, വീണ്ടും വീണ്ടും മരിക്കുന്നു. പല രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്നാണ് ആ ഒരു പ്രഹ്ലാദൻ അവർക്കെല്ലാം പഠിപ്പിച്ചു കൊടുത്തത്. കാരണം നമ്മൾ നേടിയെടുക്കുന്ന സ്വത്തായാലും സുന്ദരിയായിട്ടുള്ള ഭാര്യമാരാണെങ്കിലും സുന്ദരിയായിട്ടുള്ള ഭാര്യ അല്ലെങ്കിൽ സൗഹൃദ ബന്ധങ്ങൾ എല്ലാം, അന്നേരം മക്കളും എല്ലാം തന്നെ ഇത് ആൺകുട്ടികളോട്, ഗുരുകുലത്തിലുള്ള ആൺകുട്ടികളോട് പറയുന്നതുകൊണ്ടാണ് സുന്ദരിയായിട്ടുള്ള ഭാര്യമാരെന്ന് പറയുന്നത്. അന്നേരം ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിനോട് ആസക്തരാണെങ്കിൽ അത് ഒരു തടസ്സമാണ്. അതേപോലെ ഒരു സ്ത്രീക്ക് ഒരു ആണിനോട് ആസക്തി തോന്നുമ്പോൾ അതും ഈ ജീവിത ആധ്യാത്മിക പാതയിൽ ഒരു തടസ്സമാണ്. അന്നേരം അതിൻ്റെ അർത്ഥം വിവാഹ ജീവിതം പാടില്ല എന്നാണോ? വിവാഹ ജീവിതം വേണം, പക്ഷെ അതേ സമയത്ത് അതാണ് എല്ലാം എന്ന് പറഞ്ഞിരിക്കരുത്.
ഭഗവത് ചിന്തകളോടുകൂടിയുള്ള ജീവിതമായിരിക്കണം കുടുംബജീവിതം. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതിന് പൊതുവേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ആ ഒരു കുടുംബജീവിതവും കാലാകാലം നിലനിൽക്കുമായിരുന്നു. ഇന്നത്തെ ജീവിതത്തിൽ അങ്ങനെ ദൈവമില്ലാതെ, ഈശ്വര വിശ്വാസവും ഇല്ലാതെ ആ അമ്പലത്തിൽ പോകുമെങ്കിലും യഥാർത്ഥ തത്വം ഉൾക്കൊണ്ടല്ല പോകുന്നത്, പേരിന് വേണ്ടി പോകുന്നു. അതുകൊണ്ട് എന്താണ്, ഒന്നിൻ്റെ പുറകെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ അതുമില്ല. അതും കൂടാതെ ആ ബന്ധങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്നു. കാരണം ബോധപൂർവമല്ല അമ്പലത്തിൽ പോകുന്നത്. എന്തിനു വേണ്ടി പോകുന്നു, എന്താണ് നമ്മൾ ചെയ്യുന്നത്, അതൊന്നും മനസ്സിലാക്കാതെയാണ് പോകുന്നത്. അത് കാരണം അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുമില്ല. ഒരു സൈഡിൽ കൂടെ അമ്പലങ്ങളിൽ പോകുന്നു, മറ്റു സൈഡിൽ കൂടെ തെറ്റായിട്ടുള്ള മാർഗത്തിൽ സഞ്ചരിക്കുകയും കൂടി ചെയ്യുന്നു. അങ്ങനെ എല്ലാം കൊണ്ട് ഒരു അവതാളത്തിലാണ് ഇന്നത്തെ പൊതുവെ വ്യക്തികളുടെ ജീവിതമൊക്കെ. അതിന് പ്രഹ്ലാദ് മഹാരാജ് അത് തന്നെയാണ് പറയുന്നത്. എല്ലാവരും ആ ഭൗതിക ആഗ്രഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എന്താണ്? സുഖം കൂട്ടുക, സുഖം കൂടുതൽ ജീവിതത്തിൽ സുഖം വരിക, അതുകൂടാതെ ഭൗതികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക. ഇതാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ എപ്പോഴൊക്കെ അവരുടെ എല്ലാവിധ സുഖത്തിന് വേണ്ടിയുള്ള ഒരു പരിശ്രമവും എപ്പോഴും അത്ര വിജയിക്കാറില്ല എന്നാണ് ഭക്ത പ്രഹ്ലാദൻ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഭക്തിയുത സേവനത്തിൽ കൂടുതൽ ഏർപ്പെടണം, ഭഗവാന്റെ നാമം ജപിക്കണം എന്ന് പറഞ്ഞ് പ്രഹ്ലാദൻ ഇങ്ങനെ പറയുവാണ്. അവസാനമായിട്ട് പറയുന്നത് എന്താണ് പ്രഹ്ലാദൻ? ഈ ഒരു ഭൗതിക ലോകത്തിൽ ഗോവിന്ദൻ്റെ സേവനം, ഭഗവാന്റെ സേവനം, എല്ലാവിധം കാരണങ്ങളുടെയും കാരണം അദ്ദേഹത്തെ കാണുക, അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നാണ്. ഇത് മാത്രമേ ഉള്ളൂ പരമമായിട്ടുള്ള ലക്ഷ്യം എന്ന് എല്ലാവിധ ശാസ്ത്രങ്ങളും പറയുന്നത് എന്നാണ് പറയുന്നത്. ഏതവാൻ ഏവേ ലോകേ അസ്മിൻ പുംസസ്വാർത്ഥ പരസ്മൃത ഏകാന്ത ഭക്തിർ ഗോവിന്ദേ. ആ ഏകാന്ത ഭക്തി എന്ന് പറഞ്ഞാൽ ഭൗതിക മാലിന്യങ്ങളില്ലാതെ പരിശുദ്ധമായിട്ടുള്ള ഭക്തി. യത് സർവത്ര തത് ഈക്ഷണാം. എല്ലാ കാര്യങ്ങളും ഭഗവത് ചിന്തയോട്, ഭഗവാനുമായിട്ട് അനുബന്ധിച്ച് കാണാൻ ശ്രമിക്കണം. ഇതാണ് എല്ലാവിധ ശാസ്ത്രങ്ങളുടെയും അന്തിമ ലക്ഷ്യം എന്നാണ് പറയുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ പ്രഹ്ലാദൻ അവിടെ കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പ്രഹ്ലാദൻ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഇതൊക്കെ കേട്ടതായിട്ട് പഠിച്ചു. ഇനി കാര്യങ്ങൾ കുറച്ചും കൂടെ സീരിയസ് ആകാൻ പോവുക. എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. അന്നേരം നാരദ മുനി ഇങ്ങനെ പറയുകയാണ്. പ്രഹ്ലാദനിൽ നിന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ആ അസുര കുട്ടികൾക്കൊക്കെ വലിയ ആനന്ദം തോന്നി. അവരെല്ലാം പ്രഹ്ലാദൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെയധികം സീരിയസ് ആയിട്ട് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അവർ ഭൗതികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിട്ടു. എന്നിട്ട് ഷണ്ഡനും അമരകനും പറഞ്ഞ കാര്യങ്ങളെല്ലാം വിട്ടു. എന്നിട്ട് ഷണ്ഡനും അമരകനും വന്ന് നോക്കിയപ്പോൾ ഈ ബാക്കിയുള്ള അസുര കുട്ടികളൊക്കെ ഭഗവത് ചിന്തകളിൽ, ഭഗവത് ഭക്തിയിൽ വളരെയധികം പുരോഗമിച്ചതായിട്ട് കണ്ടു. പ്രഹ്ലാദൻ്റെ ആ ഒരു സത്സംഗത്താൽ അവർക്കെല്ലാം ഭയമായി. കാരണം അവരുടനെ തന്നെ ഹിരണ്യകശിപുവിൻ്റെ അടുത്ത് എത്തി. എന്നിട്ട് പറഞ്ഞു, ഹിരണ്യകശിപുവിനോട് പറഞ്ഞു, അവിടുത്തുള്ള ആ ഒരു സാഹചര്യം എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു. ഈ ഒരു സാഹചര്യം എല്ലാം പറഞ്ഞപ്പോൾ ഹിരണ്യകശിപുവിന് വലിയ ദേഷ്യമായി. ആ ദേഷ്യത്താൽ ആ ഹിരണ്യകശിപുവിൻ്റെ ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങി. കാരണം ആദ്യം ചോദിച്ചു എന്താണ് ഏറ്റവും ശ്രേയസ്കരമെന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ ഉടനെ പറഞ്ഞ എന്താണ്? അച്ഛൻ ഇങ്ങനെ അന്ധകൂപത്തിൽ നിൽക്കാതെ, ഗ്രഹം എന്ന് പറയുന്നത് അന്ധകൂപമാണ് അല്ലേ, ഈ അന്ധകൂപത്തിൽ നിന്ന് രക്ഷപ്പെടൂ, നേരെ വനത്തിൽ പോവുക, ഹരിയെ ആശ്രയിക്കുക എന്നാണ് പറഞ്ഞത്. അവസാനം വീണ്ടും ട്രെയിനിങ്ങിന് വിട്ടിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് ചോദിച്ചു എന്താണ് ശ്രേയസ്കരം എന്ന് പറഞ്ഞപ്പോൾ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം. ഇനി ആ ഹിരണ്യകശിപുവിൻ്റെ നോട്ടത്തിൽ ആ ഒരു കുറ്റം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രഹ്ലാദൻ ചെയ്യുന്ന കുറ്റകൃത്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഹിരണ്യകശിപുവിൻ്റെ നോട്ടത്തിൽ പ്രഹ്ലാദൻ കുറ്റമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം ആദ്യം എന്താണ്? അച്ഛനെ ഉപദേശിച്ചു. രണ്ടാമത് ഭക്തിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. ഇനി മൂന്നാമത് എന്താണ്? കൂട്ടത്തിലുള്ള കുട്ടികളെയും കൂടെ ആ ഒരു ഭക്തിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് വളരെ ഹയർ ഗ്രേഡ് ക്രൈമാണല്ലോ ഹിരണ്യകശിപുവിൻ്റെ നോട്ടത്തിൽ. അന്നേരം ഹിരണ്യകശിപു ഉടനെ വളരെ ദേഷ്യപ്പെട്ടു.
ദേഷ്യം കാരണം ശരീരമാകെ വിറയ്ക്കാൻ തുടങ്ങി. ഏതാനും നിമിഷങ്ങൾക്കകം നരസിംഹ ഭഗവാൻ തിരുവവതാരം എടുക്കാൻ പോവുകയാണ്. കറക്റ്റ് സന്ധ്യ സമയത്താണ് നമ്മൾ ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ എല്ലാം ഭാഗ്യമാണ്. അന്നേരം ഇനി വളരെയധികം ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഈ ഒരു ദിനത്തിൽ, ഈ ഒരു സുദിനത്തിൽ നരസിംഹ ഭഗവാൻ അവതരിച്ച ആ ഒരു ചരിതം കേൾക്കുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും നശിപ്പിക്കും. നമ്മുടെ ഹൃദയത്തിലുള്ള ഹിരണ്യകശിപു പൂർണ്ണമായിട്ടും നശിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ഭഗവാന്റെ അവതാരം വരികയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. അന്നേരം ഹിരണ്യകശിപു വളരെ ദേഷ്യത്തോടുകൂടി വിറയ്ക്കാൻ തുടങ്ങി. ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ പ്രഹ്ലാദനെ വധിക്കാൻ തന്നെ തീരുമാനിച്ചു. ഹിരണ്യകശിപു പൊതുവെ സ്വഭാവേന ക്രൂരനായിരുന്നു. വളരെയധികം അപമാനിതനായിട്ട് തോന്നി. അങ്ങനെ ഒരു സർപ്പം എങ്ങനെയാണോ ചീറ്റുന്നത് ദേഷ്യം കൊണ്ട്, അതേപോലെ ദേഷ്യം കൊണ്ട് വിറച്ച് ശ്വാസം ഇങ്ങനെ പുറപ്പെടുപ്പിക്കാൻ തുടങ്ങി. എങ്ങനെയാണോ ഒരു സർപ്പത്തിനെ ആരെങ്കിലും ചവിട്ടുമ്പോൾ ആ സർപ്പം ദേഷ്യത്താൽ ഇങ്ങനെ ചീറ്റുന്നത്, അതേപോലെ ചീറ്റാൻ തുടങ്ങി ഹിരണ്യകശിപു. പക്ഷെ പ്രഹ്ലാദൻ എങ്ങനെ ഇരിക്കുന്നു? പ്രഹ്ലാദൻ ശാന്തനായിട്ട് തന്നെ ഇരിക്കുകയാണ്. ആ ഒരു ശാന്തതയ്ക്ക് ഒരു വ്യത്യാസമില്ല, അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. കാരണം പ്രഹ്ലാദൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിലാണ്. അങ്ങനെ ഹിരണ്യകശിപുവിൻ്റെ മുമ്പിൽ പ്രഹ്ലാദൻ നിൽക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ കൈയും തൊഴുതുകൊണ്ടിരിക്കുകയാണ്, വളരെ ശാന്തനായിട്ട്. ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടും ഹിരണ്യകശിപുവിൻ്റെ ഇത്രയും ദേഷ്യം പ്രകടിപ്പിച്ചിട്ടും പ്രഹ്ലാദൻ വളരെ ശാന്തനായിട്ട് തന്നെ മുന്നിൽ നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ പ്രഹ്ലാദൻ്റെ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ, സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും പ്രഹ്ലാദനെ ഇങ്ങനെ ശിക്ഷിക്കാൻ പാടില്ല. കാരണം കൊച്ചു കുട്ടിയാണ് അല്ലേ? അതൊരു തെറ്റാണെങ്കിൽ പോലും, ഒരു തെറ്റാണ് ചെയ്തതെങ്കിൽ പോലും ഒരിക്കലും ശിക്ഷിക്കാൻ പാടില്ല. പക്ഷേ വളരെയധികം ക്രോധാഗ്നി കൊണ്ട് ഇങ്ങനെ ജ്വലിപ്പിച്ചുകൊണ്ട് ഹിരണ്യകശിപു വളരെയധികം ദുഷ്ടവചനങ്ങളും വളരെയധികം ക്രൂരവചനങ്ങളും പ്രഹ്ലാദനെതിരെ പുറപ്പെടുപ്പിച്ചു. എന്നിട്ട് ഹിരണ്യകശിപു പറഞ്ഞു, നീ വളരെ മൂർഖനാണ് അല്ലേ, വിഡ്ഢിയാണ്, നമ്മുടെ കുലത്തെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് വന്ന അധമനാണ് എന്നൊക്കെ പറഞ്ഞ് നീ എല്ലാവിധ നിയമങ്ങളും തെറ്റിച്ചു. അതുകൊണ്ട് നീ ഏറ്റവും വലിയ തിരുമണ്ടനാണ്. ഇന്ന് ഞാൻ തന്നെ നിന്നെ യമപുരിയിലേക്ക് നിന്നെ അയക്കാൻ പോവുകയാണ് എന്നാണ് അവിടെ പ്രഹ്ലാദനോട് ഹിരണ്യകശിപു പറയുന്നത്. അന്നേരം ഇവിടെ പറയുകയാണ്, എൻ്റെ പ്രഹ്ലാദ, ഞാൻ ദേഷ്യപ്പെടുമ്പോൾ എല്ലാവിധ ഗ്രഹവ്യൂഹങ്ങളും, ത്രിലോകങ്ങളിലുള്ള ഗ്രഹങ്ങളെല്ലാം, അവരുടെ ആ ഗ്രഹങ്ങൾ ഭരിക്കുന്ന ആ ഒരു വ്യക്തികൾ പോലും വിറയ്ക്കും. ആ എൻ്റെ ശക്തിയാൽ നിന്നെ പോലെ ഉള്ളൊരു കൊച്ചുകുട്ടി ഇത്രയ്ക്ക് നിനക്ക് ധൈര്യം എങ്ങനെ വന്നു അല്ലേ? ത്രിലോകങ്ങളിലുള്ള എല്ലാവരും എന്നെ കണ്ട് ഭയപ്പെടുമ്പോൾ നീ എന്തുകൊണ്ടാണ് ഇത്രയും നിർഭയനായിട്ട് ഇരിക്കുന്നത് എന്ന് വളരെയധികം ആശ്ചര്യത്തോടു കൂടി ഹിരണ്യകശിപു ചോദിക്കുകയാണ്. അന്നേരം പ്രഹ്ലാദൻ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട രാജാവേ, എൻ്റെ ശക്തിയുടെ ഉറവിടം എന്ന് പറയുന്നത് അങ്ങയുടെയും ശക്തിയുടെ ഉറവിടമാണ്. എൻ്റെ ഉള്ളിലുള്ള ശക്തി അങ്ങയുടെ ഉള്ളിലുള്ള ശക്തി തന്നെയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് എന്താണ് പറയുന്നത്? ആ ഒരു വ്യക്തി ഭഗവാൻ അങ്ങയുടെ മാത്രം ശക്തിയല്ല, എൻ്റെയും കൂടെ ശക്തിയാണ്, എല്ലാവരുടെയും ശക്തിയാണ്. എൻ്റെയും അങ്ങയുടെയും ശക്തി മാത്രമല്ല, എല്ലാവരുടെയും ശക്തിയാണ്. അദ്ദേഹം ഇല്ലെങ്കിൽ ആർക്കും ശക്തി ലഭിക്കത്തില്ല. ചലിക്കുന്നതും ചലിക്കാത്തതും ഉയർന്നതും താഴ്ന്നതും, എന്തിനേറെ പറയുന്നു, ബ്രഹ്മദേവനും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നാണ് അവിടെ പ്രഹ്ലാദൻ പറഞ്ഞത്. ആ ഭഗവാൻ എല്ലാത്തിൻ്റെയും നിയന്താവാണ്,
കാലം പോലും അദ്ദേഹത്തിൻ്റെ അധീനതയിലാണ്. എല്ലാവിധ ഇന്ദ്രിയങ്ങളുടെയും നാഥനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഈ മനസ്സിന് ലഭിക്കുന്ന ശക്തി, മനസ്സിൻ്റെ ശക്തി, ശാരീരിക ശക്തി, അതുകൂടാതെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം എല്ലാം അദ്ദേഹത്തിൻ്റെ അധീനതയിലാണ്. അദ്ദേഹത്തിൻ്റെ ശക്തി ഇല്ലാതെ ഒന്നും പ്രവർത്തിക്കത്തില്ല എന്നാണ് പറയുന്നത്. ഈ ത്രിഗുണങ്ങളെ നിയന്ത്രിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ശക്തിയാൽ ഈ സൃഷ്ടി രചിക്കപ്പെടുന്നു, സംഭരിക്കപ്പെടുന്നു, പരിപാലിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രഹ്ലാദൻ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേ. ഒന്ന് ആലോചിച്ച് നോക്കണം, ഹിരണ്യകശിപു ഇത്രയൊക്കെ ദേഷ്യപ്പെട്ടിട്ടും പ്രഹ്ലാദനെ കടിച്ചു കീറി തിന്നേണ്ട അത്രയ്ക്ക് ദേഷ്യത്തിലാണ് ഹിരണ്യകശിപു ഇരിക്കുന്നത്. പക്ഷേ പ്രഹ്ലാദൻ ഒരു ഭയം പോലും ഇല്ലാതെ ആ ഒരു നിഷ്കളങ്കനായിട്ടുള്ള ആ കൊച്ചുകുട്ടി, പക്ഷെ അതേ സമയത്തും ആ ഒരു അന്ധകാരത്തിലുള്ള നിഷ്കളങ്കതയല്ല, ഭക്തിയുടെ പരമോന്നത തലത്തിലെത്തിയ ആ ഒരു സ്ഥാനത്തോടു കൂടിയുള്ള ഉറച്ച വിശ്വാസത്തിലാണ് പ്രഹ്ലാദൻ ഇരിക്കുന്നത്. പ്രഹ്ലാദൻ നിഷ്ഭയത്തോടു കൂടി ഒരു ഭയം ഇല്ലാതെ വീണ്ടും പറയുകയാണ്, എൻ്റെ അച്ഛ, ഈ ഒരു ആസുരിക മനോഭാവത്തെ വിടുക, അങ്ങ് ശത്രുവെന്നും മിത്രമെന്നും കാണുന്നത് നിർത്തുക, ആ മനസ്സിനെ നിഷ്പക്ഷമായിട്ട് നിർത്താൻ പഠിക്കുക. അങ്ങയുടെ അനിയന്ത്രിതമായിട്ടുള്ള മനസ്സും തെറ്റായിട്ടുള്ള വഴിയിൽ പോകുന്ന മനസ്സാണ് അങ്ങയെ ഒരാളെ ശത്രുവായിട്ട് കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. വളരെ ക്ലിയറായിട്ട് ഇവിടെ ഭക്തപ്രഹ്ലാദ് പറയുന്നതാണ്, അനിയന്ത്രിതമായിട്ടുള്ള മനസ്സിന് നിയന്ത്രണമില്ല, അതുകൂടാതെ വഴിതെറ്റി പോകുന്ന മനസ്സ്, ഇത് രണ്ടുമാണ് ഒരാളെ ശത്രുവായിട്ട് കാണാനുള്ള കാരണം, അല്ലേ? അതായത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചു, ആ ഒരു വിചാരിച്ച കാര്യത്തിന് തടസ്സമായിട്ട് ഒരാൾ നിൽക്കുമ്പോൾ ആ ഒരു വ്യക്തി നമ്മുടെ ശത്രുവായി. അന്നേരം നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഒരാൾ ശത്രുവായി. അതുകൂടാതെ വഴിതെറ്റി നമ്മുടെ മനസ്സ് വേറൊരു ദിശയിലേക്ക് പോകുന്നു. നമുക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയുന്നില്ല. അന്നേരം വഴിതെറ്റി നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, നമ്മളെ തിരുത്താൻ ഒരു വ്യക്തി ശ്രമിക്കുമ്പോൾ അന്നേരവും നമുക്ക് ദേഷ്യം വരും, അന്നേരം ആ വ്യക്തിയെ ശത്രുവായിട്ട് കാണും. അന്നേരം അനിയന്ത്രിതമായിട്ടുള്ള മനസ്സും അതുകൂടാതെ വഴിതെറ്റി പോകുന്ന മനസ്സുമാണ് പൊതുവെ നമ്മൾ ഒരാളെ ശത്രുവായിട്ട് കാണാനുള്ള കാരണം. എല്ലാവരെയും തുല്യമായിട്ട് കാണുന്ന ആ ഒരു സ്ഥിതിയിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഭഗവാനെ തിരിച്ചറിയാനുള്ള ഒരു സ്ഥാനത്തിലേക്ക് നമ്മൾ എത്തും. ഭഗവാന്റെ ആ ഒരു സ്ഥിതി എങ്ങനെയാണ്, ഭഗവാൻ എങ്ങനെയാണ് അതീന്ദ്രിയ തലത്തിൽ നിൽക്കുന്നത്, അതേപോലെ നമ്മളും അതീന്ദ്രിയ അവസ്ഥയിൽ തുടരും എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, ഇതിനു മുമ്പേയും പല പല മൂഢന്മാരുണ്ടായിരുന്നു, അവർ ഒരിക്കലും അവരുടെ 6 ശത്രുക്കളെ നിയന്ത്രിച്ചില്ല. അത് ശരീരത്തിൻ്റെ എല്ലാവിധ ധനങ്ങളെയും സമ്പത്തിനെയും അപഹരിച്ചുകൊണ്ട് കൊണ്ടുപോകും. അവരെപ്പോഴും എന്താണ് ഈ 6 ശത്രുക്കൾ? ഒരു എല്ലാ വ്യക്തികളുടെയും കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം, ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ 6 ശത്രുക്കൾ. ഈ 6 ശത്രുക്കൾ നമ്മുടെ ധനത്തെ എല്ലാം അപഹരിച്ചുകൊണ്ട് പോകും. എന്താണ്? നമ്മുടെ യുവത്വം കൊണ്ടുപോകും, നമ്മുടെ ബുദ്ധിശക്തിയെ കൊണ്ടുപോകും, നമ്മുടെ കഴിവുകളെല്ലാം ഈ 6 തരത്തിലുള്ള ശത്രുക്കൾ അപഹരിച്ചു കൊണ്ടുപോകും. അന്നേരം ഭക്തപ്രഹ്ലാദൻ പറയുകയാണ്, ഈ വിഡ്ഢികളായിട്ടുള്ള വ്യക്തികളെല്ലാം വിചാരിച്ചു, ഞാൻ എല്ലാം നിയന്ത്രിച്ചു, എല്ലാ 10 ദിശകളും എൻ്റെ കീഴിലാണ്. പക്ഷേ നോക്കണം, ആരോടാ സംസാരിക്കുക നോക്കണം. ഈ ത്രിലോകങ്ങളെയും അടക്കി ഭരിക്കുന്ന ഹിരണ്യകശിപുവിൻ്റെ മുഖത്ത് നോക്കിയാണ് പ്രഹ്ലാദൻ ഒരു ഭയമില്ലാതെ സംസാരിക്കുന്നത്. ഏത് സമയത്ത് എന്ത് സംഭവിക്കാം? പ്രഹ്ലാദനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും, ആ ഒരു രീതിയിലാണ് ഹിരണ്യകശിപു. അതിനെല്ലാം ശ്രമിച്ചു. ഇത് നേരിട്ട് ഹിരണ്യകശിപു തന്നെ കൊല്ലാൻ നോക്കുകയാണ്. നോക്കണം. എന്നിട്ടും പ്രഹ്ലാദൻ ഒരു ഭയമില്ലാതെ നിൽക്കുകയാണ്. അന്നേരം പറയുന്നത് എന്താണ്? 10 ദിശകളെയും നമ്മൾ നിയന്ത്രിച്ചാലേ, പക്ഷേ ഒരു വ്യക്തി എപ്പോഴാണോ അവൻ്റെ 6 ശത്രുക്കളെ അടക്കി ഭരിക്കുന്നത്, അവന് പിന്നെ ശത്രുക്കളില്ല എന്നാണ് പറയുന്നത്. അതായത് സ്വന്തം ശത്രുക്കൾ, കാമക്രോധ മോഹ ലോഭ മത മത്സര്യാദികൾ എന്ന് പറയുന്ന ആ ശത്രുക്കളെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ഈ പ്രപഞ്ചത്തിൽ ശത്രുവായിട്ട് ആരുമില്ല. കാരണം ശത്രുത മനോഭാവമൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് കൽപ്പിക്കുന്നതാണ്, മനോകൽപ്പിതമാണ് എന്നാണ് അവിടെ പ്രഹ്ലാദൻ പറയുന്നത്. നോക്കണേ, എല്ലാത്തിനും ഒരു ലിമിറ്റില്ലേ? ഉപദേശിച്ച് ഇപ്പോൾ എന്തായി? അങ്ങേയറ്റം ഉപദേശമായി.
അന്നേരം പ്രഹ്ലാദനോട് അങ്ങേയറ്റം ഉപദേശിച്ചപ്പോൾ ഇനി എന്തായി? ഹിരണ്യകശിപു ഇനി സംസാരിക്കുവാണ്. മൂഢ, നീ എൻ്റെ ആ ഒരു വില മനസ്സിലാക്കുന്നില്ല, നില വില ഒന്നും മനസ്സിലാക്കുന്നില്ല. നീ പറയുന്ന കേട്ടാത്തൊന്നും നീ നിന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ മിടുക്കനായെന്ന്. ആ രീതിയിൽ തന്നെ ഹിരണ്യകശിപു പറയണം. ഒന്ന് ആലോചിച്ചോളാം. ഹിരണ്യകശിപു എന്ന് പറയുന്ന 100 ദേവവർഷം 2 തള്ളവരലിൽ നിന്നുകൊണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭക്ഷണവും ഇല്ലാതെ ഉറക്കവും ഇല്ലാതെ എത്രയോ വർഷം തപസ് ചെയ്ത ആളാണ്. ആ ആളിനോടാണ് ഹിരണ്യകശിപു പ്രഹ്ലാദൻ പറയുന്നത് എന്താണ്? ഇന്ദ്രിയ നിയന്ത്രണമാണ് വേണ്ടുന്നത്. ആ ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെ നമ്മുടെ ഉള്ളിലുള്ള 6 ശത്രുക്കളെ അടക്കി ഭരിക്കണം, അവരെ നിയന്ത്രിക്കണം, അവരെ തോൽപ്പിക്കണം. അല്ലെങ്കിൽ പിന്നെ അങ്ങ് നേടിയിട്ട് എന്താണ് കാര്യം എന്നാണ് പറഞ്ഞത്. എന്തുമാത്രം ഇൻസൾട്ടായിക്കാണ് ഹിരണ്യകശിപു. അതായത് ഇത്രയും വലിയ തപസ്സുകൾ ചെയ്തിട്ടും ഹിരണ്യകശിപുവിൻ്റെ ഉള്ളിലുള്ള കാമത്തെയോ ക്രോധത്തെയോ മോഹത്തെയോ ലോഭത്തെയോ മതത്തെയോ മാത്സര്യാദികളെയോ നിയന്ത്രിക്കാൻ പറ്റിയില്ല. എന്താണ് പ്രയോജനം ഇത്രയും തപസ് ചെയ്തിട്ട് എന്നാണ് പ്രഹ്ലാദൻ ചോദിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു പ്രഹ്ലാദൻ്റെ മുമ്പിൽ മുട്ടുകുത്തി എന്ന് പറയാം ഹിരണ്യകശിപു. എല്ലാവരെയും വിറപ്പിക്കുകയാണ്. എല്ലാ ജീവജാലങ്ങളെയും, എല്ലാ ദേവന്മാരെയും അസുരന്മാരെയും എല്ലാവരെയും 84 ലക്ഷം ജീവിവർഗങ്ങളെയും എല്ലാ ഹിരണ്യകശിപു അടക്കി ഭരിക്കുകയാണ്. പക്ഷെ ആ ഒരു ഭക്തൻ്റെ മുമ്പിൽ മുട്ടുകുത്തി എന്നുള്ളതാണ്. തല കുനിച്ചു. പക്ഷെ ഹിരണ്യകശിപു വിട്ടുകൊടുത്തില്ല. പറഞ്ഞു, ദുഷ്ട, നീ എൻ്റെ നിലയും വിലയും മനസ്സിലാക്കുന്നില്ല. നിനക്ക് ബുദ്ധി ഒരുപാട് കൂടുന്നുണ്ട്. എനിക്കറിയാം നീ എത്രയും പെട്ടെന്ന് എൻ്റെ കൈ കൊണ്ട് മരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള വചനങ്ങൾ നിൻ്റെ കൂടുന്നുണ്ട്. നീ വളരെയധികം നിർഭാഗ്യനാണ് പ്രഹ്ലാദ. കാരണം നീ എപ്പോഴും പറയുന്നു എന്നെക്കാട്ടിയും ശക്തനായിട്ട് ഒരാളുണ്ട്, എന്നെക്കാട്ടി ഒരു ശക്തനായിട്ട് ഒരാളുണ്ട്, എന്നെക്കാട്ടി ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ടെന്ന്, എല്ലാത്തിൻ്റെയും നിയന്താവായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. നോക്കണേ, വളരെ ശ്രദ്ധിച്ചേക്കാം. നമ്മുടെ നായകൻ എത്താൻ പോവുകയാണ്. ഇവിടെ എന്താ പറയുന്നത്? യസ്ത്വയാ മന്ദഭായോക്തോ മദന്യോ ജഗതീശ്വര, ഞാനല്ലാതെ ജഗത്തിൻ്റെ ഒരു ഈശ്വരനുണ്ടെന്ന് നീ പറയുന്നു. ക്വാസോ യദി സ സർവത്ര കസ്മാത് സ്തംഭേന ദൃശ്യതേ. തൂണിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? നിർഭാഗ്യനായിട്ടുള്ള പ്രഹ്ലാദ, നീ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നെക്കാട്ടിയും ശക്തനായിട്ടുള്ളൊരു വ്യക്തിയുണ്ട്, എന്നെക്കാട്ടിയും ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്, എല്ലാവരെയും നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്നല്ലേ നീ പറയുന്നത്? എല്ലാം സർവ്വവ്യാപിയായിട്ടുള്ള ആ ഒരു വ്യക്തി ഉണ്ടെന്നല്ലേ നീ പറയുന്നത്? എവിടെയാണവൻ എന്നാണ് ചോദിക്കുന്നത്. അവൻ എല്ലായിടത്തും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അവനെ കാണാൻ പറ്റുന്നില്ല? ഈ തൂണിൽ അവൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒന്ന് ആലോചിച്ചോ. യസ്ത്വയാ മന്ദഭാഗ്യ, നിർഭാഗ്യ, ഉക്ത്വാ മത് അന്യ ജഗതീശ്വര, നീ പറയുന്നു ഉക്ത്വാ മത് അന്യ, ഞാനല്ലാതെ ജഗത്തിനൊരു ഈശ്വരനുണ്ടെന്ന് അങ്ങ് പറയുന്നു. ക്വാ അസോ യദീസ, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ സർവത്ര കസ്മാത് സ്തംഭേന ദൃശ്യതേ, സർവവ്യാപിയായിട്ടുണ്ടെങ്കിൽ കസ്മാത് സ്തംഭേന ദൃശ്യതേ എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഈ തൂണിൽ കാണാൻ പറ്റുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. നോക്കണേ. യസ്ത്വയാ മന്ദഭാഗ്യോക്തോ മദന്യോ ജഗതീശ്വര, മത് അന്യോ, ഞാനല്ലാതെ ഒരു ഈശ്വരനുണ്ടെന്നാണല്ലോ അങ്ങ് പറയുന്നത്. കാസോ യദീ സ സർവത്ര, അങ്ങനെ ഒരു ഈശ്വരൻ സർവ്വവ്യാപിയായിട്ടുണ്ടെങ്കിൽ കസ്മാത് സ്തംഭേന ദൃശ്യതേ, കസ്മാത് സ്തംഭേന ദൃശ്യതേ, എന്തുകൊണ്ട് ഈ സ്തംഭത്തിൽ കാണാൻ പറ്റുന്നില്ല? ആ ഒരു ചോദ്യം ചോദിച്ചു. അതാണ് എന്താണ് ഇനി അടുത്തത് സംഭവിക്കുന്നത്? ഇനി സംഭവിക്കുന്നതിന് ആരും ഉത്തരവാദിയല്ല. ഇനി എന്താണ്? നീ ഇത്രയും മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നു, അതുകൊണ്ട് നിന്റെ ശിരസിത ഞാൻ വേർപിടിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ നോക്കട്ടെ നിന്റെ ഈശ്വരൻ നിന്നെ എങ്ങനെയാണ് രക്ഷിക്കുന്നത് എന്ന്. എന്താണ് പറയുന്നത്? സോ അഹം വികട്ടമാനസ്യ ശിരകായാത് ഹരാമി ഗോപേതേ ഹരിത്വാധ്യയത്തെ ശരണം ഈപ്സിതം. എങ്ങനെയാണ് നിന്റെ ഹരി നിന്നെ രക്ഷിക്കുന്നത് നോക്കട്ടെ എന്നാണ് പറഞ്ഞത്.
ആ ഒരു ക്രോധത്താൽ ഹിരണ്യകശിപുവിനെ പോലെ ശക്തനായിട്ട് ആരും ഇല്ലായിരുന്നു ഈ പ്രപഞ്ചത്തിൽ. ആ ഇത്രയും പരിശുദ്ധനും വളരെ പരമോന്നത തലത്തിൽ നിൽക്കുന്ന പ്രഹ്ലാദനെ വളരെ ക്രൂരമായിട്ടുള്ള വചനങ്ങളും ദുഷ്വചനങ്ങളാലും വീണ്ടും വീണ്ടും വിഷമിപ്പിച്ചു. വീണ്ടും വീണ്ടും ശപിച്ചുകൊണ്ട് ഹിരണ്യകശിപുവിൻ്റെ വാളെടുത്തു. ആ ഒരു സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. വളരെയധികം ദേഷ്യത്താൽ ആദ്യം മുഷ്ടി കൊണ്ട് ആ ഒരു ഈ തൂണിനെ ഒന്ന് പ്രഹരിച്ചു. എന്താ ചെയ്തത്? ഏവം ദുരുക്തേർ മുഹുർ അർധ്യൻ ഋഷ സുതം മഹാഭാഗവതം മഹാസുര ഖഡ്ഗം ഖഡ്ഗം പ്രഗ്രയോത്പിതിതോ വരാസനത് സ്തംഭം തഥാദാതിഫലാ സ്വമുഷ്ടിന. മുഷ്ടി കൊണ്ട് ആ സ്തംഭത്തെ ഒന്ന് പ്രഹരിച്ചു. എന്താണ് സംഭവിച്ചത്? നമ്മൾ ഈ ഡോറ് നോക്ക് ചെയ്തില്ലേ, അതേപോലെയാണ്. ഡോറൊന്ന് നോക്ക് ചെയ്ത് നോക്കി, ആ സ്തംഭത്തെ ഒന്ന് നോക്ക് ചെയ്ത് നോക്കി, എന്താണ് അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഉടനെ അകത്തുനിന്ന് ശബ്ദം കേട്ടു, ഞാനിവിടെ ഉണ്ടെന്ന്. അല്ലേ? എന്താണ് ശബ്ദം കേട്ടത്? നമുക്ക് കേൾക്കാം. തദൈവ തസ്മിന്നിന്നദ്ധോ അതിഭീഷണ ബഭൂവ. അതിഭീഷണമായിട്ടുള്ളൊരു ശബ്ദം കേട്ടു. അണ്ടഘടാഹം മുഴുവൻ ഇളകുന്ന ശബ്ദമായിരുന്നു. അസ്ഫുടത്, എല്ലാ തെറിപ്പിക്കും, എല്ലായിടത്തും എല്ലാം തകർത്തുകൊണ്ട് പോകുന്ന ഒരു ശബ്ദമായിരുന്നു. യം വൈ സ്വദീഷ്ണ ഉപഗതം, എല്ലാ ത്രിലോകങ്ങളിലുള്ള എല്ലാ പ്രദേശങ്ങളിലും അത് വ്യാപിച്ചു. അജ ആദ്യ, ദേവന്മാർ പോലും കേട്ടു. ശ്രുത്വാ സ്വധാമത്യയം, അവരുടെ എല്ലാ അംഗമേനിരേ. എന്നിട്ട് പറയുന്നത് എന്താണ്? ആ ഒരു മുഷ്ടി കൊണ്ടൊന്ന് പ്രഹരിച്ചപ്പോൾ അകത്തുനിന്ന് അതിഭീഷണമായിട്ടുള്ളൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം ത്രിലോകങ്ങളുടെയും ബ്രഹ്മാണ്ടത്തിൻ്റെ മുഴുവൻ ആ ഒരു ഭിത്തികളെയും നശിപ്പിക്കുന്ന രീതിയിലും തകർക്കുന്ന രീതിയിലായിരിക്കും. എന്നിട്ട് നാരദ മഹർഷി പറയുവാണ്, എൻ്റെ പ്രിയപ്പെട്ട യുധിഷ്ഠിര, ആ ഒരു ശബ്ദം ദേവന്മാരുടെ ബ്രഹ്മലോകത്ത് വരെ എത്തി. ആ ഒരു ദേവന്മാരൊക്കെ ആ ശബ്ദം കേട്ടപ്പോൾ അവർ വിചാരിച്ചു, ഇനി പ്രപഞ്ചം മുഴുവൻ നശിക്കാൻ പോവുകയാണോ എന്നുള്ള രീതിയിലാണ് ഭഗവാന്റെ ചെറിയ ഒരു ഗർജന. ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്നേരം ആദ്യം പ്രഹ്ലാദൻ ചോദിക്കുകയാണ്. പ്രഹ്ലാദനോട് വളരെയധികം ദേഷ്യപ്പെട്ടു ഹിരണ്യകശിപു വളരെയധികം ദേഷ്യപ്പെട്ടിട്ട്, നിന്റെ ഈ ഭഗവാൻ ഈ ഒരു തൂണിലുണ്ടോ? എല്ലായിടത്തും സർവ്വവ്യാപിയായിട്ടുള്ള ഭഗവാനാണെന്ന് പറയുമെങ്കിൽ എന്തുകൊണ്ട് ഈ തൂണിൽ കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യം അടക്കാൻ പറ്റുന്നില്ല ഹിരണ്യകശിപുവിന്. നേരെ വാളും പിടിച്ച് നേരെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് പ്രഹ്ലാദനെ തോൽപ്പിക്കാൻ തന്നെ, നാണം കെടുത്താൻ തന്നെ വളരെ കടുവചനങ്ങളാൽ വേദനിപ്പിക്കുന്ന വചനങ്ങൾ പറഞ്ഞുകൊണ്ട് മുഷ്ടി കൊണ്ട് ഒന്ന് പ്രഹരിച്ചു ആ ഒരു തൂണിനെ. അന്നേരം അകത്തുനിന്നൊരു ഗർജന കേട്ടു. ആ ഗർജന കേട്ടപ്പോൾ ത്രിലോകങ്ങളും വിറച്ചു എന്നുള്ളതാണ്. ചെറിയൊരു ഗർജന. ആ ഗർജനയിൽ ത്രിലോകങ്ങളും വിറച്ചു. ബ്രഹ്മദേവന്റെ ബ്രഹ്മലോകത്ത് വരെ ആ ശബ്ദം കേട്ടു എന്നുള്ളതാണ്. അവർ വിചാരിച്ചു എല്ലാ ലോകവും ഇതിനകത്ത് തീരാൻ പോവുകയാണ് എന്നാണ് വിചാരിച്ചത്. ചെറിയൊരു ഗർജന. ഇനി അടുത്താണ് എന്താണ്? ഇനി അതിശക്തമായിട്ടുള്ള ആ ഒരു വീര്യം കാണിക്കാൻ വേണ്ടി ഹിരണ്യകശിപു എന്ത് ചെയ്തു? ആ സ്വന്തം മകനെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. ആ സമയത്ത് തന്നെ അതിഭീഷണമായിട്ടുള്ള ഒരു ശബ്ദം കേട്ടു. ആ ഒരു ശബ്ദം ഇനി ഒരിക്കലും ആരും കേട്ടിട്ടുമില്ല, ഇതിനു മുമ്പേ കേട്ടിട്ടുമില്ല, ഇനി ഒട്ട് കേൾക്കത്തുമില്ല. ആ ശബ്ദം കേട്ടപ്പോൾ ബാക്കിയുള്ള അസുരന്മാരെല്ലാം ഭയപ്പെട്ടു. ആർക്കും മനസ്സിലായില്ല ആ ശബ്ദം എവിടുന്നാണ് വരുന്നതെന്ന്. സവിക്രമാൻ പുത്രപദേപ്സുരോജസ നിശമ്യ നിർഹൃദാം ഉപൂർവം അദ്ഭുതം അന്തസഭ്യാം ന ദദർശ തത്പദം വിദത്രാസുരേന സുരാദിയൂഥഭ. അന്നേരം ഒന്ന് മുഷ്ടി കൊണ്ട് പ്രഹരിച്ചപ്പോൾ ഒരു ശബ്ദം കേട്ടു. ത്രിലോകങ്ങളും നശിക്കാൻ പോകുന്ന രീതിയിലുള്ളൊരു ശബ്ദം. അന്നേരം വിചാരിച്ചു, ആ ശബ്ദത്തെ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല ഹിരണ്യകശിപു, അല്ലേ? ഹിരണ്യകശിപു
പ്രഹ്ലാദനെ വധിക്കാനായിട്ട് ഇതാ മുന്നോട്ട് പോവുകയാണ്. അന്നേരം വീണ്ടും ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടിട്ട് കൂട്ടത്തിലുള്ള അസുരന്മാരുടെ എല്ലാം ഭയം കൂടിയെന്നുള്ളതാണ്. എന്തോ ആപത്ത് വരാൻ പോവുകയാണ് എന്ന് മനസ്സിലായി. അന്നേരം ഇവിടെ നാരദ മഹർഷി പറയുവാണ്, ആ പ്രഹ്ലാദൻ്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടി ആ ഒരു ഹരി അതിമനോഹരമായിട്ടുള്ള രൂപമെടുത്ത് ആ തൂണിനകത്തിരിക്കാനും തയ്യാറാണ്. ആ ഒരു രൂപം മനുഷ്യനുമല്ല, സിംഹവുമല്ല, ഭഗവാൻ അതിസുന്ദരമായിട്ടുള്ള ആ രൂപത്തിൽ അവിടെ വന്നു എന്നുള്ളതാണ്, അവതരിച്ചു. ആ ഒരു ഹിരണ്യകശിപു ആ ഒരു രൂപത്തെ കണ്ടപ്പോൾ ആ ശബ്ദത്തിൻ്റെ ഉറവിടം എവിടെയാണെന്ന് നോക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ആ ഭഗവാന്റെ അദ്ഭുതമായിട്ടുള്ള നരസിംഹ രൂപത്തെ കണ്ടു. അത് മനുഷ്യനാണോ സിംഹമാണോ ആ തൂണിൽ നിന്ന് വരുന്നത് ഒന്നും മനസ്സിലായില്ല. അത്ഭുതത്തോടുകൂടി ഹിരണ്യകശിപു ഇത് ഏത് ജന്തുവാണ് എന്നാണ് ചോദിച്ചത്. ഇത് പകുതി മനുഷ്യനും പകുതി സിംഹവും. ഹിരണ്യകശിപു മുഴുവൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇത് ഏത് രൂപമാണ്. കാരണം ഹിരണ്യകശിപു, അതായത് അത്ഭുതത്തോടുകൂടി കുറേ നേരം ഹിരണ്യകശിപുവിന് അറിഞ്ഞുകൂടി എന്താ ചെയ്യേണ്ടതെന്ന്. കാരണം ഭഗവാന്റെ രൂപം അതിഭയാനകമായിരുന്നു. കാരണം ഭഗവാന്റെ കണ്ണ് നോക്കുമ്പോൾ അതിതീക്ഷ്ണമായിരുന്നു. സ്വർണത്തിൻ്റെ അതേ തിളക്കമായിരുന്നു ഭഗവാന്റെ കണ്ണിന്. അതുകൂടാതെ ഭഗവാന്റെ ആ പല്ലുകളൊക്കെ തിളങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. എല്ലാ ദിശകളിലും അദ്ദേഹത്തിൻ്റെ മുഖം വ്യാപിച്ചിരിക്കുന്ന പോലെ തോന്നി. അദ്ദേഹത്തിൻ്റെ പല്ലുകൾ കണ്ടു കഴിഞ്ഞാൽ ആരും ഭയപ്പെട്ടും. അദ്ദേഹത്തിൻ്റെ നാവും നല്ല ബ്ലേഡ് മാതിരി വളരെ മൂർച്ചയേറിയതുപോലെ തോന്നും. ഒരു വാള് പോലെ ആ നാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഭഗവാന്റെ ചെവി നേരെ കൂർത്ത ചെവികളായിരുന്നു, ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഒരിക്കലും അനങ്ങാതെ ചെവി ഇങ്ങനെ കൂർപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ ഒരു മൂക്ക്, അതും ആ ഒരു വായും, ആ മൂക്കിൻ്റെ ദ്വാരം ഒരു ഗുഹ പോലെ തോന്നി. എന്നിട്ട് ഭഗവാന്റെ വായു ഒരു വലിയൊരു ഗുഹ പോലെ തോന്നുകയാണ്. എന്നിട്ട് ഭഗവാന്റെ ഈ വായൊക്കെ വളരെയധികം ഭയപ്പെടുത്തുന്ന രീതിയിൽ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭഗവാന്റെ ആ ഒരു ശരീരം ആകാശം തൊടുന്ന രീതിയിൽ അത്രയും ഉയരത്തിലാണ്. കഴുത്ത് വളരെ ചെറുതായിരുന്നു, കഴുത്ത് അധികമില്ല. അതുകൂടാതെ വളരെ ശക്തമാണ് ഭഗവാന്റെ കഴുത്തും. ഭഗവാന്റെ നെഞ്ചും വളരെ ശക്തമാണ്. ഭഗവാന്റെ അര വളരെ ഒതുങ്ങിയതാണ്, പക്ക ജിം ബോഡിയാണെന്ന് തോന്നുന്നു. അന്നേരത്തെ അരയൊക്കെ നല്ല ഒതുങ്ങിയിരുന്നു, അരയിലൊന്നുമില്ല. എന്നിട്ട് ഭഗവാന്റെ ശരീരത്തിലുള്ള രോമങ്ങളൊക്കെ വെളുവിളാന്നിരിക്കുന്നു. ആ ചന്ദ്രൻ്റെ രശ്മികൾ എങ്ങനെയാണോ അതേപോലെ നല്ല വെളുവിളാന്നിരിക്കുന്ന രോമങ്ങളായിരുന്നു ഭഗവാന്റെ. എന്നിട്ട് ഭഗവാന്റെ കൈകൾ നല്ലൊരു യോദ്ധാവിൻ്റെ കൈകളെ പോലെയാണ് ഇരിക്കുന്നത്. അതുകൂടാതെ ഭഗവാന്റെ ശംഖ്, ഭഗവാന്റെ ചക്രം, ഭഗവാന്റെ ഗദ, ഭഗവാന്റെ താമര, അങ്ങനെ എല്ലാവിധ ആയുധങ്ങളും ഭഗവാന്റെ കൈകളിലുണ്ട്. ഹിരണ്യകശിപു പുറവുർത്തു, എന്താണ് ആ വിഷ്ണു, എല്ലാവിധ സിദ്ധികളും ഉള്ള ആ ഒരു വിഷ്ണു എന്നെ കൊല്ലാനായിട്ട് ഒരു പ്ലാനുമായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു ഉദ്യമം കൊണ്ട് എന്ത് നടക്കാൻ പോവുകയാണ്? ആർക്കാണ് എന്നോട് യുദ്ധം ചെയ്യാൻ പറ്റുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഗദ എടുത്തിട്ട് ഹിരണ്യകശിപു ഒരു ആന ആക്രമിക്കുന്ന പോലെ, ആന എങ്ങനെയാണോ സിംഹത്തെ ആക്രമിക്കാൻ പോകുന്നത് അതേപോലെ പോവുകയാണ്. എങ്ങനെയാണോ ചെറിയ ഒരു പ്രാണി ഒരു അഗ്നിയിലേക്ക് പോയി ഇരയാകുന്നത്, അതേപോലെ ഹിരണ്യകശിപു ഭഗവാനുമായിട്ട് യുദ്ധം തുടങ്ങി. ഭഗവാന്റെ ആ ഒരു തേജസ് ആർക്കും സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഹിരണ്യകശിപു ആ തേജസ്സിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ കാണാതെയായി. ഇതൊരിക്കലും അത്ഭുതമല്ല. കാരണം എന്താണ്? ഭഗവാൻ എപ്പോഴും വിശുദ്ധ സത്വത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്.
സൃഷ്ടിക്ക് മുമ്പായിട്ട് എല്ലാം സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ ചെയ്യുന്നത് സാക്ഷാൽ ഭഗവാനാണ്. അന്നേരം ഈ ഹിരണ്യകശിപു വളരെയധികം ദേഷ്യപ്പെട്ടു. വളരെ ദേഷ്യത്തോടു കൂടി തന്നെ ഭഗവാനെ ആക്രമിക്കാനായിട്ട് ഗദ ഉപയോഗിച്ചുകൊണ്ട് നേരെ അടിക്കാനായിട്ട് പോവുകയാണ്. അന്നേരം നരസിംഹ ഭഗവാൻ ഉടൻ തന്നെ ആ ഒരു അസുരനെ പിടികൂടി. എന്നിട്ട് ഗദ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? എങ്ങനെയാണോ ഗരുഡൻ ഒരു നാഗത്തെ പിടിച്ചടക്കുന്നത് അതേപോലെ ഉടനെ തന്നെ ആ യുധിഷ്ഠിരൻ, ആ ഭാരതൻ, നരസിംഹ ഭഗവാൻ ഹിരണ്യകശിപുവിന് കയ്യിൽ നിന്നും സ്ലിപ്പാകാനുള്ളൊരു അവസരം കൊടുത്തു. അങ്ങനെ കയ്യിൽ നിന്ന് സ്ലിപ്പായ ഉടൻ തന്നെ എങ്ങനെയാണോ ദേവന്മാർ അവരുടെ സ്ഥലമൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയാണോ കാർമേഘങ്ങളുടെ ഇടയിൽ ഒളിക്കുന്നത്, അതേപോലെ ഈ ഒരു അങ്ങനെ ആ ഒരു ഹിരണ്യകശിപുവിൽ നിന്നും ഭഗവാനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഹിരണ്യകശിപു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. അന്നേരം ഭഗവാന്റെ കൈകളിൽ നിന്ന്, നരസിംഹ ഭഗവാന്റെ കയ്യിൽ നിന്ന് ഹിരണ്യകശിപു ഒരു നിമിഷം വിചാരിച്ചു, എൻ്റെ ഒരു വീര്യം ഇതൊക്കെ കണ്ടിട്ട് ഭഗവാൻ ഭയപ്പെട്ടിരിക്കുവാണ്, നരസിംഹ ഭഗവാൻ ഭയപ്പെട്ടിരിക്കുവാണ് എന്ന് വിചാരിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. അന്നേരം ആ ഒരു നരസിംഹ ഭഗവാൻ വിചാരിച്ചു, ഹിരണ്യകശിപു ഒരു നിമിഷം ഭയപ്പെട്ടു, വിചാരിച്ചു നരസിംഹ ഭഗവാൻ എന്നെ കണ്ടിട്ട് ഭയപ്പെട്ടിരിക്കുകയാണ് എന്നാണ് വിചാരിച്ചത്. അന്നേരം കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും ഹിരണ്യകശിപു വാള് കൈകളാൽ എടുത്തു. എന്നിട്ട് നേരെ ഭഗവാനെ വീണ്ടും ആക്രമിക്കാൻ വേണ്ടി പോവുകയാണ്. അന്നേരം വീണ്ടും ഒരു ചിരിയോടുകൂടി ഭഗവാൻ, സാക്ഷാൽ നാരായണൻ, ഭഗവാൻ അതിശക്തനാണ്, ഹിരണ്യകശിപുവിനെ വീണ്ടും പിടിച്ചതിന് ശേഷം എന്ത് ചെയ്തു? ആ അദ്ദേഹത്തിൻ്റെ വാളുകൊണ്ടും പരിച കൊണ്ടും ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ വീണ്ടും ആക്രമിച്ചു എന്നുള്ളതാണ്. അന്നേരം ആ ചിരിയോടുകൂടി നരസിംഹ ഭഗവാൻ ചിലപ്പോൾ കണ്ണടച്ചു. അന്നേരം എങ്ങനെയാണോ ഈ ഗരുഡൻ ഒരു നാഗത്തെ ബന്ധിപ്പിക്കുന്നത്, അതേപോലെ ഭഗവാൻ വളരെ ശക്തമായിട്ട് തന്നെ ഹിരണ്യകശിപുവിനെ രക്ഷപ്പെടാൻ പറ്റാത്തത്രയും എല്ലാ രീതിയിലും പിടിച്ചടക്കി എന്നുള്ളതാണ്. അന്നേരം ഹിരണ്യകശിപു പല രീതിയിലും രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നരസിംഹ ഭഗവാൻ ഒരിക്കലും ഒരു അവസരം കൊടുത്തില്ല. അവസാനം നരസിംഹ ഭഗവാൻ നേരെ മടിയിൽ വെച്ചു ഹിരണ്യകശിപുവിനെ. എന്നിട്ട് നേരെ വാതിൽ പടിയിൽ തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് ആ ഒരു നഖം ഉപയോഗിച്ചുകൊണ്ട് വളരെ നിസ്സാരമായിട്ട് ആ ഒരു ഹിരണ്യകശിപുവിൻ്റെ ശരീരത്തെ കീറുകയാണ്. ആ ഒരു കീറുന്ന സമയത്ത് ഭഗവാന്റെ മുഖത്ത് ആ ഒരു രക്തത്തുള്ളികളെല്ലാം തെറിച്ചു. ആ ഭഗവാന്റെ അതിഭയാനകമായിട്ടുള്ള കണ്ണുകളും ദേഷ്യത്താലുള്ള മുഖവും എല്ലാവർക്കും വളരെയധികം ഭയം വരുത്തുന്ന രീതിയിലായിരുന്നു. എന്നിട്ട് ഭഗവാൻ നാക്ക് ഇങ്ങനെ നീട്ടിക്കൊണ്ട് ഭഗവാന്റെ നാക്ക് ഇങ്ങനെ വളരെ ഭയാനകമായിട്ട് ഇങ്ങനെ പുറത്തോട്ട് വരികയാണ്. ഇതെല്ലാം കണ്ട് നരസിംഹഭഗവാന്റെ രൂപം കണ്ടിട്ട് ആ ഹിരണ്യകശിപുവിൻ്റെ കുടലുമാല എടുത്ത് പുറത്തെടുത്തിട്ട് അതൊരു മാലയായിട്ട് ഭഗവാൻ ഇട്ടിരിക്കുകയാണ്. ആ വയറിൽ നിന്നും നേരെ ആ കുടലുമാല പുറത്തെടുത്തിട്ട് നരസിംഹഭഗവാൻ കഴുത്തിലിടുകയാണ്. ഇങ്ങനെ ഇതെല്ലാം കണ്ടപ്പോൾ ഒരു ആനയെ കൊന്ന ഒരു സിംഹത്തിൻ്റെ ഒരു രീതിയിലാണ് നരസിംഹഭഗവാനെ കണ്ടത്. അതായത് ഒരു ആനയായിട്ടുള്ള ഒരു ഫൈറ്റിന് ശേഷം
ആ സിംഹം എങ്ങനെയാണോ ആനയെ വധിച്ചത്, ആ ഒരു വധിച്ചതിന് ശേഷം ആ സിംഹത്തിന് വരുന്ന ഒരു സന്തോഷം, അതേപോലെയായിരുന്നു ഭഗവാന് ഹിരണ്യകശിപുവിനെ വധിച്ചതിന് ശേഷം ലഭിച്ച ആനന്ദം. അങ്ങനെ നരസിംഹ ഭഗവാന് ഒരുപാട് കൈകളുണ്ടായിരുന്നു. ആദ്യം ഹിരണ്യകശിപുവിൻ്റെ ഹൃദയം പുറത്തെടുത്തു, എന്നിട്ട് അത് ദൂരെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് അതിനുശേഷം ആ അസുര സൈനികരുടെ അടുത്തേക്ക് നോക്കി. അവർ ആയിരക്കണക്കിന് അസുര സൈനികരാണ് ആ ഒരു സമയത്ത് അസ്ത്രശസ്ത്രങ്ങളായിട്ട് ഭഗവാനുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നത്. പക്ഷെ അവരെ എല്ലാം ഭഗവാൻ നഖങ്ങൾ കൊണ്ട്, നഖത്തിൻ്റെ തുമ്പ് കൊണ്ട് വളരെ നിഷ്പ്രയാസം കൊന്നു. ആ ഭഗവാന്റെ ശരീരത്തിലുള്ള ആ ഒരു രോമങ്ങളൊക്കെ മേഘങ്ങളെ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി. അത്രയ്ക്ക് സ്പീഡായിട്ടാണ് ഭഗവാൻ യുദ്ധം ചെയ്യുന്നത്. ആ ഭഗവാന്റെ ആ ഒരു തിളക്കമുള്ള ആ കണ്ണുകൾ കാരണം ലോകത്തുള്ള ഒരു കാര്യവും കാണാൻ പറ്റുന്നില്ല, ഭഗവാനെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളായിരുന്നു. ആ ഭഗവാന്റെ ആ ഒരു ശ്വാസത്തിൽ എല്ലാവിധ സമുദ്രങ്ങളും എല്ലാവിധ ആകാശത്തും ഭയാനകമായിട്ടുള്ളൊരു ദൃശ്യമായിരുന്നു. ആ ഭഗവാന്റെ ഗർജന കാരണം പല പല ആനകളും ഓടാൻ തുടങ്ങി ഭയത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും. പല പല വിമാനങ്ങളും ദിശാഹീനരായിട്ട് തെറിച്ചുപോയി. അങ്ങനെ വളരെയധികം ഭയാനകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നടന്നുകൊണ്ടിരുന്നത്. ഭഗവാന്റെ പാദത്തിൻ്റെ ആ ഒരു ശക്തി താങ്ങാൻ പറ്റാതെ ഭൂമണ്ഡലം ഏത് നിമിഷവും തകർന്നു വീഴുന്ന ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അവിടെയുള്ള മലകളും പർവ്വതങ്ങളും എല്ലാം, അതെല്ലാം ആ ഭഗവാന്റെ പാദത്തിൻ്റെ ഒരു ശക്തി സഹിക്കാൻ പറ്റുന്നില്ല. ഭഗവാന്റെ ആ ഒരു തേജസ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആകാശവും എല്ലാ ദിശകളും തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ ആ ഒരു തേജസ്. അന്നേരം ഇത്രയും ഭയാനകമായിട്ടുള്ള ഭഗവാന്റെ ആ രൂപം കണ്ടിട്ട് ആ ഒരു ഭഗവാനുമായിട്ടുള്ള സാമ്യമുള്ള എങ്ങും കാണാൻ പറ്റുന്നില്ല. ഭഗവാനുമായിട്ട് യുദ്ധം ചെയ്യാൻ ആരുമില്ല, എല്ലാവരും തീർത്തു കഴിഞ്ഞു. അന്നേരം ഭഗവാൻ എന്ത് ചെയ്തു? ആ ഒരു ഹിരണ്യകശിപുവിൻ്റെ സിംഹാസനത്തിൽ പോയി ഇരുന്നു. ആ ഒരു ഭയത്താൽ മറ്റാർക്കും ഭഗവാന്റെ അടുത്തേക്ക് വരാൻ പറ്റിയില്ല. കാരണം ആ ഒരു ഹിരണ്യകശിപു ഒരു രോഗത്തെ പോലെ എല്ലാ ദിശകളിലും ബാധിച്ചിരുന്നു. പക്ഷെ എപ്പോഴാണോ ദേവന്മാർക്ക് പോലും, ദേവന്മാരുടെ ആ ഒരു ഭാര്യമാർക്ക് പോലും ഒരു സുരക്ഷിതമില്ലായിരുന്നു. പക്ഷെ അവരെല്ലാവരും ഭഗവാന്റെ മുകളിൽ എല്ലാം പുഷ്പവൃഷ്ടി ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ദേവന്മാരെല്ലാവരും ഭഗവാനെ കാണാൻ ആഗ്രഹിച്ചു. അവരെല്ലാം ഒത്തുകൂടി. എന്നിട്ട് അവരെല്ലാം വാദ്യാഘോഷങ്ങളോട് കൂടി ഭഗവാനെ പ്രകീർത്തിക്കാൻ തുടങ്ങി. പല വ്യക്തികളും നൃത്തമാടാൻ തുടങ്ങി, ഗന്ധർവന്മാരൊക്കെ പാടാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ നാരദ മഹർഷി പറയുകയാണ്, പ്രിയപ്പെട്ട യുധിഷ്ഠിര, ദേവന്മാരെല്ലാം, ബ്രഹ്മദേവൻ, ഇന്ദ്രദേവൻ, മഹാദേവൻ, വളരെ ശ്രേഷ്ഠരായിട്ടുള്ള സാധുജനങ്ങൾ, ഇവരെല്ലാവരും കൂടെ ഒത്തുകൂടി പിതൃലോകത്തിലെ ആൾക്കാർ, സിദ്ധലോകത്തിലുള്ള ആൾക്കാർ, വിദ്യാധരൻ, നാഗലോകത്തിലുള്ളവർ, മനുക്കൾ, ഇവരെല്ലാവരും ആ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിച്ചു. ഗന്ധർവന്മാർ, ചാരണന്മാർ, യക്ഷന്മാർ, കിന്നരന്മാർ, കിംപുരുഷന്മാർ, ഭഗവാന്റെ വൈകുണ്ഠ ലോകത്തിലുള്ള വിഷ്ണു ദൂതന്മാർ വരെ പോയി. അവരെല്ലാം ഭഗവാന്റെ അടുത്ത് പോയി. പക്ഷെ എന്തായി? അവിടെയെല്ലാം ഭഗവാന്റെ ആ ഒരു അതിതീവ്രമായിട്ടുള്ള തേജസ് കണ്ടിട്ട് അവരെല്ലാം അടുത്തു പോകാൻ പറ്റിയില്ല. അവരെല്ലാം ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചിട്ട് ദൂരെ മാറി നിന്നു. ആ സമയത്ത് ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ചു, ഭഗവാനെ, അങ്ങ് അനന്തമാണ്, അങ്ങേക്ക് അനന്തമായിട്ടുള്ള ശക്തികളുണ്ട്. എന്തായിരുന്നു പ്രാർത്ഥന? ശ്രീ ബ്രഹ്മ ഉവാച നതോ അസ്മി അനന്തായ ദുരന്തശക്തിയെ വിചിത്രവീര്യായ പവിത്രകർമ്മണേ വിശ്വസ്യ സർഗസ്ഥിതി സംയമം ഗുണൈ സ്വലീലയാ സന്ധതേ അവ്യാത്മനെ. ശ്രീ രുദ്ര ഉവാച, മഹാദേവൻ പറഞ്ഞു, കോപകാലോ യുഗാന്തസ്തേ ഹതോയം അസുരോ അൽപക തത്സുതം പാഹി ഉപശ്രുതം ഭക്തം തേ ഭക്തവത്സല. അങ്ങനെ മഹാദേവൻ പറഞ്ഞു, ഈ അങ്ങയുടെ ദേഷ്യം തീരുന്നത് ഇനി ലോകാവസാനത്തിലായിരിക്കും അല്ലേ? അതുകൊണ്ട് ഈ ഒരു ഹിരണ്യകശിപു തീർന്നു. അതുകൊണ്ട് ഭഗവാനെ, അങ്ങ് തീർച്ചയായിട്ടും ഭക്തവത്സലനാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഒരു പ്രഹ്ലാദനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങ് ഇതെല്ലാം ചെയ്തത്.
ആ ഭക്തൻ ദാ നിൽക്കുന്നു അങ്ങയുടെ മുന്നിൽ എന്നൊക്കെ പറഞ്ഞു. ഇന്ദ്രൻ പറഞ്ഞു, ഭഗവാനെ എപ്പോഴും അങ്ങ് സംരക്ഷകനാണ് അല്ലേ, എല്ലാ രീതിയിലും ആ ഹിരണ്യകശിപു പോയിരിക്കുകയാണ്, മരിച്ചു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും സന്തോഷമായി. ഇനി അങ്ങയുടെ സാന്നിധ്യത്തിൽ നമ്മളെല്ലാവരും സന്തുഷ്ടരാണ്. അതുകൊണ്ട് അങ്ങയുടെ സേവനത്തിൽ നമ്മളെല്ലാവരും തയ്യാറാണ്. നമുക്ക് വേറെ മോക്ഷത്തിന് പോലും താല്പര്യമില്ല, അങ്ങയുടെ സേവനം മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ വ്യക്തികളും ഇങ്ങനെ സ്തുതികൾ പാടിക്കൊണ്ടിരിക്കുവാണ് ഭഗവാനെ. പക്ഷേ ഇവരുടെ സ്തുതികളൊന്നും കേട്ടിട്ടും ഭഗവാന് ശാന്തമാകുന്നില്ല, ഒരു രക്ഷയില്ല. വൈകുണ്ഠ ലോകത്തിലെ എല്ലാവരും ഇങ്ങനെ സ്തുതികൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി ദേവി സ്തുതികൾ പാടി. അതിനുശേഷം ബ്രഹ്മദേവൻ നേരെ പ്രഹ്ലാദൻ്റെ അടുത്ത് എന്നിട്ട് പറയുവാണ്, പ്രിയപുത്ര, ആ നരസിംഹ ഭഗവാൻ വളരെയധികം ദേഷ്യത്തിലാണ് ഇരിക്കുന്നത് നിന്റെ അച്ഛനോട്. അതുകൊണ്ട് നീ തന്നെ പോയി ഭഗവാനെ ശാന്തനാക്കൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ നാരദമുനി പറഞ്ഞു, ആ പരിശുദ്ധ ഭക്തൻ കൊച്ചുകുട്ടിയായിരുന്നു. ഉടൻ തന്നെ ബ്രഹ്മദേവൻ്റെ ആ വാക്കുകൾ കേട്ടിട്ട് മെല്ലെ മെല്ലെ നരസിംഹൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ഭഗവാന്റെ മുന്നിൽ നമസ്കരിച്ചു. എന്നിട്ട് നരസിംഹ ഭഗവാൻ ആ കൊച്ചുകുട്ടിയെ കണ്ടപ്പോൾ ഉടൻ തന്നെ ആ നമസ്കാരം ചെയ്യുന്ന കൊച്ചുകുട്ടിയെ കണ്ടപ്പോൾ ഭഗവാന് വലിയ ആനന്ദമായി. ആ ഭഗവാൻ നേരെ പ്രഹ്ലാദനെ ഭഗവാന്റെ കൈകളിലേക്ക് പിടിച്ചു ഉയർത്തി. എന്നിട്ട് ആ ഏത് കൈകളാണ്? അഭയം നൽകുന്ന കൈകൾ, ഭക്തരുടെ ഭയത്തെ മാറ്റുന്ന ആ കൈകൾ കൊണ്ട് തന്നെ ആ ഒരു പ്രഹ്ലാദനെ ഉയർത്തി. ആ ഭഗവാന്റെ കൈകൾ തൊട്ടുടൻ തന്നെ പ്രഹ്ലാദൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഭൗതിക കൽമഷങ്ങളുണ്ടെങ്കിൽ അതും പോയി. വളരെ സൂക്ഷ്മമായിട്ട് എല്ലാ ക്ലീനിങ്ങും നടന്ന പോലെ തോന്നി. ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു ചെറിയ മാലിന്യങ്ങളുണ്ടെങ്കിൽ അതും പോയി. അതിനുശേഷം ആ ഒരു അതീന്ദ്രിയ അവസ്ഥയിലെ പരമോന്നത തലത്തിലേക്ക് നിൽക്കാൻ തുടങ്ങി. പല രീതിയിലുള്ള ആ ഒരു പരിശുദ്ധ ഭക്തരിൽ കാണുന്ന പല രീതിയിലുള്ള വികാരങ്ങൾ പ്രഹ്ലാദൻ്റെ ഉള്ളിൽ കാണാൻ തുടങ്ങി. ഹൃദയം ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞു. എന്നിട്ട് കണ്ണീൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണീരുകൾ വരാൻ തുടങ്ങി. ആ ഒരു ഭഗവാനോടുള്ള ആ ഒരു വികാരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എങ്ങനെയൊക്കെയോ പ്രഹ്ലാദൻ ആ ഒരു ബോധത്തെ ഉറച്ചു, മനസ്സിനെ പിടിച്ചു നിർത്തി. എന്നിട്ട് അതീന്ദ്രിയമായിട്ടുള്ള ആ ഒരു ധ്യാനത്തിലേക്ക് പ്രഹ്ലാദൻ പോവുകയാണ്. എന്നിട്ട് പ്രഹ്ലാദൻ സ്തുതി ആരംഭിക്കുകയാണ്. പ്രഹ്ലാദൻ പറയുകയാണ്, എന്താണ് ആ സ്തുതി നമുക്ക് നോക്കാം. ശ്രീ പ്രഹ്ലാദുവാച ബ്രഹ്മാദ്യസുരഗണാമുനിയോ അതസിദ്ധ സാത്വികതനാഗതയോ വചസാം പ്രവാഹി നാരദൈതു പുരുഗുണൈർ അധൂനാഭി വിപ്രു കിം തോഷ്ടുമർഹതി സമേ ഹരിരുഗ്രജാതേ മന്യേ ധനാവിജനാരൂപത്തവ ശുദ്ധൗജാസ്തേജ പ്രഭാവബല പൗരുഷബുദ്ധിയോഗ നാരദാജ്ഞ ഹി ഭവന്തി പരസ്യ പുംസോ ഭക്ത്യാ തുതോഷ ഭഗവാൻ ഗജയൂതപായ വിപ്രാദ്വിഷദ്ഗുണയുധാത് അരവിന്ദനാവപാദാരവിന്ദമിമുഖ ശുഭജം വരിഷ്ടം മന്യേ തദർപ്പിതമനോ വചനേ ഹിതാർത്ഥ പ്രാണം പുനാതി സകുലം നതു ഭൂരിമാന നൈവാത്മനാ പ്രഭുർ അയം നിജലാഭപൂർണോ മാനം ജനാദ്വിദേശകരുണോ വൃണിതേ യദ്യജ്ജനോ ഭഗവതേ വിദധീതമനം തച്ചാത്മനേ പ്രാതിമുഖസ്യ യഥാമുഖശ്രീ. അങ്ങനെ പ്രഹ്ലാദൻ ഓരോരോ സ്തുതികൾ പറയുകയാണ്. പല രീതിയിലുള്ള സിദ്ധികളും അതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് അങ്ങയുടെ ഭക്തിയുത സേവനം മാത്രം മതി. ബ്രാഹ്മണർക്ക് പൊതുവെ പല പല ഗുണങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങയുടെ നാമജപത്തിൽ താല്പര്യമില്ല, അങ്ങയുടെ സ്മരണയിൽ താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്താണ് ആ ബ്രാഹ്മണ്യ ഗുണങ്ങൾ കൊണ്ട് ഗുണം? അതുകൊണ്ട് വേറൊരു കാര്യവും വേണ്ട, എനിക്കെന്താണ് വേണ്ടത്? അങ്ങയുടെ ആ ഒരു പരിശുദ്ധ ഭക്തി മാത്രം മതി. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞ് അങ്ങയുടെ അതിന് പല രീതിയിലുള്ള ആ ഒരു ദേഷ്യം അതൊക്കെ ഭഗവാൻ നരസിംഹനോട് പറയുവാണ്. അങ്ങയുടെ ആ ഒരു ദേഷ്യം അങ്ങ് തീർക്കണം. ആ ഹിരണ്യകശിപു എൻ്റെ ദുഷ്ടനായിട്ടുള്ള അച്ഛൻ പോയിരിക്കുകയാണ്. പൊതുവെ സാധാരണ സാധുജനങ്ങൾ പോലും ഒരു സർപ്പത്തെയോ അല്ലെങ്കിൽ തേളിനെയോ കൊല്ലുന്നതിൽ ആനന്ദം കണ്ടെത്തുമെന്നാണ് പറയുന്നത്. കാരണം പൊതുവെ
ശാസ്ത്രത്തിൽ കൊല്ലാമെന്ന് പറയുന്ന രണ്ടേ രണ്ട് ജീവികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സർപ്പവും രണ്ട് തേളുമാണ്. കാരണം ഇവർ രണ്ടുപേരും വിഷജന്തുക്കളാണ്. പൊതുവെ അസൂയാലുക്കളായിട്ടുള്ള വ്യക്തികൾ മാത്രമാണ് ഇങ്ങനെ ഈ ഒരു ശരീരത്തിൽ ജനിക്കുന്നതാണ് പറയുന്നത്. അന്നേരം സർപ്പത്തെയും തേളിനെയും വിഷജന്തുക്കളായിട്ടുള്ള ഇവർ രണ്ടുപേരും എന്നാണ് പറയുന്നത്. അന്നേരം ഇപ്പോൾ ഹിരണ്യകശിപു, ദുഷ്ടനായിട്ടുള്ള ഹിരണ്യകശിപു മരിച്ചതിന് ശേഷം എല്ലാവർക്കും സന്തോഷത്തിലിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങയെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ തീർച്ചയായിട്ടും അങ്ങയുടെ ഘോരമായിട്ടുള്ള ഈ മുഖം കണ്ടിട്ട് ഞാൻ ഭയപ്പെടുന്നില്ല. അങ്ങയുടെ കണ്ണുകൾ, ഇത് ഈ ശ്ലോകം നമുക്ക് നോക്കാം എന്താണെന്ന്. നാഹം ബിവേമി അജിതാതേ അതിഭയാനക ആസ്യ ജിഹ്വ അർക്കനേത്ര ഭൃഗൂതി രവസ ഉഗ്രദംഷ്ട്രാത് ആന്ത്രശ്രിതാ ശതജാ കേസരാ ശങ്കുകർണാത് നിർഹ്ലാദഭീത ദിഗ്ഭാത് അരിഭീത് നഖ അഗ്രാത്. അന്നേരം അങ്ങയുടെ ഈ തീക്ഷണമായിട്ടുള്ള കണ്ണുകൾ കണ്ടിട്ടോ, അങ്ങയുടെ വാ കണ്ടിട്ടോ, അങ്ങയുടെ ഘോരമായിട്ടുള്ള പല്ലുകൾ കണ്ടിട്ടോ, അങ്ങയുടെ ആ കൂർത്ത പല്ലുകൾ കണ്ടിട്ടോ, അല്ലെങ്കിൽ അങ്ങയുടെ കഴുത്തിലിരിക്കുന്ന ആ കുടലുമാലയുടെ മാല കണ്ടിട്ടോ, അതൊന്നും കണ്ടിട്ട് എനിക്ക് ഭയം തോന്നില്ല. അങ്ങയുടെ ആ ആരെയും ഭയപ്പെടുത്തുന്ന ആ ചെവി കണ്ടിട്ടോ എനിക്ക് ഭയം തോന്നില്ല. അങ്ങയുടെ ഈ രൂപം കണ്ടു കഴിഞ്ഞാൽ ആന പോലും പേടിച്ചോടും. അങ്ങയുടെ നഖം കണ്ടു കഴിഞ്ഞാൽ ശത്രുവിനെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ്, ശത്രു സംഹാരത്തിന് വേണ്ടിയാണ് അങ്ങയുടെ നഖം. പക്ഷെ ഇതൊന്നും കണ്ടിട്ട് എനിക്ക് ഭയം വരുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം അങ്ങ് പൊതുവെ പതീതരായിട്ടുള്ളവരോട് അതീവ കരുണയുള്ളവനാണ്, അല്ലേ? അസ്മ്യഹം കൃപണവത്സല, വളരെ ദീനവത്സലനാണ് അങ്ങ്. ഈ അസുരന്മാരുടെ കുലത്തിലാണ് ഞാൻ ജനിച്ചത്. അവരുടെ സമ്പർക്കത്താൽ എനിക്ക് എൻ്റെ ഭൗതിക ലോകത്തെക്കുറിച്ച് എപ്പോഴും ഒരു ഭയമാണ്. എപ്പോഴാണ് ആ നിമിഷം വരുന്നത്, എപ്പോഴാണ് എനിക്ക് അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നത്? അതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഭക്തിയുടെ ആ ഒരു പദവി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, പല രീതിയിലുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു. സാഹചര്യത്താൽ ചില വ്യക്തികൾ സ്വർഗലോകത്തിലേക്ക് പോകുന്നു, നരകലോകത്തിലേക്ക് പോകുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു ഭൗതിക സംസാര സാഗരത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം, അതാണ് യഥാർത്ഥ ലക്ഷ്യം. അങ്ങനെയൊക്കെ പറഞ്ഞ് അതീന്ദ്രിയമായിട്ട് പല കാര്യങ്ങളും ആ ഒരു അഭ്യർത്ഥന പരിശുദ്ധ ഭക്തിയെക്കുറിച്ച് പ്രഹ്ലാദൻ ചോദിക്കുവാണ്. പലപ്പോഴും ശരീരബോധത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പ്രഹ്ലാദൻ ചോദിക്കുവാണ്. അങ്ങ് ആണ് എല്ലാവിധ ജീവജാലങ്ങളെയും മായാലോകത്തിലാക്കുന്നത്. അങ്ങയുടെ ശക്തിയാണ് എല്ലാം. അതിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തണം. എല്ലാവിധ ഭൗതിക തത്വങ്ങളും അങ്ങാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പൊതുവെ സാധാരണ ജനങ്ങൾ ഉപരി ലോകങ്ങളിലേക്ക് പ്രവേശിക്കാൻ നോക്കുന്നു. പക്ഷെ അതിലൊന്നും കാര്യമില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഇത് അറിവ് ലഭിച്ചു. കാരണം ഹിരണ്യകശിപു, എൻ്റെ അച്ഛൻ ഇത്രയും കാര്യങ്ങളും ഇതൊക്കെ ചെയ്തിട്ടും എന്താണ് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. എല്ലാവിധ ആയുസ്സും ഉണ്ടായിരുന്നു, ശക്തിയും ഉണ്ടായിരുന്നു, എല്ലാവിധ സിദ്ധികളും ഉണ്ടായിരുന്നു. എന്നിട്ടും എന്താണ്, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് എന്താണ് ആഗ്രഹം, അങ്ങയുടെ ഭക്തൻ്റെ തൃപ്പാദത്തിൽ എപ്പോഴും ഇരിക്കാൻ പറ്റണേ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ സുഖം കൊണ്ടും ഭൗതിക ലോകത്തുള്ള സുഖഭോഗങ്ങൾ കൊണ്ടും ഒരു പ്രയോജനമില്ല. ഞാൻ എപ്പോഴും ആ ഭൗതിക രജോ ഗുണത്തിനും തമോ ഗുണത്തിനും അധീനതയിൽ ജീവിക്കുന്ന അസുരകുലത്തിലാണ് ജനിച്ചത്. പക്ഷെ അങ്ങയുടെ കാരുണ്യത്തെക്കുറിച്ച് എന്ത് പറയാനാണ്? ഈ ഒരു കാരുണ്യം ബ്രഹ്മദേവനോ മഹാദേവനോ ഒരിക്കലും ലഭിക്കാത്ത ഒരു ഇതാണ്. അതുകൊണ്ട് ദേവി ഇത് പിന്നെ അതുകൂടാതെ അങ്ങ് മിത്രമെന്നോ ശത്രു എന്നോ കാണുന്നില്ല. അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഉച്ചമെന്നും നീചമൊന്നും ഇല്ല. പക്ഷെ എന്നാലും അങ്ങയുടെ ഭക്തർക്ക് വേണ്ടി എപ്പോഴും അങ്ങ് കാരുണ്യം തരാൻ നൽകുന്ന ഒരു കൽപ്പവൃക്ഷത്തെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഈ ഒരു സമ്പർക്കത്താൽ, ഭൗതിക സമ്പർക്കത്താൽ ഞാൻ ആസുരിക കുലത്തിൽ ജനിച്ചുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ആ ഒരു അന്ധകൂപത്തിലോട്ട് വീഴുകയാണ്. നിറച്ച് നാഗങ്ങളുള്ള ആ ഒരു അന്ധകൂപത്തിലേക്കാണ് വീഴുന്നത്. പക്ഷേ അങ്ങയുടെ സേവകനായിട്ടുള്ള നാരദ മഹർഷിയുടെ കാരുണ്യത്താൽ അദ്ദേഹം എനിക്ക് അതീന്ദ്രിയ ജ്ഞാനം നൽകിയത് കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തുകയാണ് എന്നാണ് ഭഗവാന്റെ അടുത്ത് സ്തുതിയിൽ പറയുന്നത്.
ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? മത് പ്രാണരക്ഷണം അനന്തപിതോർവതശ്ച മന്യേ സ്വഭൃത്യ ഋഷിവാക്യം വൃതം വിധാതും ഖദ്ഗം പ്രാഗ്രേയത് അവചോത് അസദ് വിദിത്സുത് ത്വമീശ്വരോ മതപരോ അവതുകാം ഹരാമി. എൻ്റെ ഒരു വാക്ക് സത്യമാക്കാൻ വേണ്ടി അങ്ങ് ഇത്രയൊക്കെ ചെയ്തു. അതുകൊണ്ട് എന്താണ് പറയുന്നത്? അങ്ങ് തീർച്ചയായിട്ടും എല്ലാവിധ സൃഷ്ടിക്ക് മുമ്പായിട്ടും അങ്ങുണ്ട്, സൃഷ്ടിയുടെ സമയത്തും ഉണ്ട്, സൃഷ്ടിക്ക് ശേഷം അങ്ങുണ്ട്. ഇതെല്ലാം അങ്ങയുടെ ആ ബഹിരംഗ ശക്തിയാലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ ത്രിഗുണങ്ങളൊക്കെ അങ്ങനെ എല്ലാവിധ നമ്മൾ കാണുന്ന ഈ പ്രാതിഭാസിക പ്രപഞ്ചമെല്ലാം അങ്ങയിൽ നിന്നാണ് വരുന്നത്. അങ്ങല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല എന്ന് പ്രഹ്ലാദൻ പറയുകയാണ്. അങ്ങനെ പല രീതിയിലും ഭഗവാനെക്കുറിച്ച് പ്രഹ്ലാദൻ ഇങ്ങനെ സ്തുതിച്ച് പോവുകയാണ്. അങ്ങനെ പറയുവാണ്, വൈകുണ്ഠ ഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ എന്ത് പറയാണ്? എൻ്റെ ഉള്ളിൽ ഇനിയും ഒരുപാട് ദുർഗുണങ്ങളുണ്ട്, എൻ്റെ ഉള്ളിൽ ഒരുപാട് ഭയവും അതൊക്കെ ഉണ്ട്. കൂടുതൽ ഭൗതിക ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൽ നിന്നും എല്ലാം എനിക്കൊരു സംരക്ഷണം അങ്ങ് നൽകണം എന്നൊക്കെ പറഞ്ഞ് പ്രഹ്ലാദൻ പ്രാർത്ഥിക്കുവാണ്. നോക്കട്ടെ, ഇത്രയും പരിശുദ്ധ ഭക്തനായിട്ടും പ്രഹ്ലാദൻ്റെ ആ ഒരു വിനയത്വം. പിന്നെയും പ്രഹ്ലാദൻ പറയുവാണ്, ഞാൻ കാണുന്നു ഒരുപാട് സാധുജനങ്ങളെയൊക്കെ, പക്ഷേ അവരെപ്പോഴും അവരുടെ കാര്യത്തിൽ മാത്രമാണ് ചിന്തിക്കുന്നത്. അവരെ എങ്ങനെ മുക്താവസ്ഥയിൽ എത്തിക്കാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ അവരൊരിക്കലും ഭൗതിക ലോകത്തിൽ ദുഃഖം അനുഭവിക്കുന്നവരെ രക്ഷിക്കാനുള്ള താല്പര്യം കാണുന്നില്ല. പക്ഷേ പ്രഹ്ലാദൻ പറയുന്നത് എന്താണ്? ഈ ഭൗതിക ലോകത്തിൽ ഓരോ വ്യക്തികളും ഇങ്ങനെ ദുഃഖത്തിൽ ജീവിക്കുമ്പോൾ എനിക്കതിൽ വളരെ വിഷമമുണ്ട്. അവരെ എല്ലാം രക്ഷപ്പെടുത്തണേ ഭഗവാൻ എന്നുള്ള രീതിയിൽ പ്രഹ്ലാദൻ പറയുവാണ്. ഇവിടെ എത്ര വലിയ കാരുണ്യമാണെന്ന്. അങ്ങനെ ഓരോ സ്തുതികളും പ്രഹ്ലാദൻ പറഞ്ഞപ്പോൾ ഇനി നാരദ മഹർഷി പറയുവാണ്, ഇങ്ങനെ പറഞ്ഞപ്പോൾ നരസിംഹ ഭഗവാൻ ഈ സ്തുതികളെല്ലാം കേട്ടപ്പോൾ ശാന്തനായി. എന്നിട്ട് അതിന് മറുപടിയായിട്ട് ഭഗവാൻ ദേഷ്യമൊക്കെ വിട്ടിട്ട് ശാന്തനായിട്ട് പ്രഹ്ലാദനോട് പറയുകയാണ്. ഭഗവാൻ പറയുകയാണ്, എന്താണ് പറയുന്നത് നോക്കാം. ശ്രീ ഭഗവാൻ ഉവാച പ്രഹ്ലാദ ഭദ്രം തേ പ്രീതോഹം തേ അസുരോത്തമ വരം വൃഷ്ണി സ്വഭാവിമതാം കാമപൂരോ അസ്മി അഹം നൃണാം. ഭഗവാൻ പറയുന്നതാണ്, ഞാൻ വളരെയധികം സംപ്രീതനാണ് നിന്നിൽ. അന്നേരം നിനക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും ചോദിച്ചോളൂ, അത് ഞാൻ തരാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. ആരാ പറയുന്നത്? സാക്ഷാൽ നരസിംഹ ഭഗവാൻ. നീ വളരെ ദീർഘകാലം ജീവിക്കട്ടെ, ഒരിക്കലും എന്നെ സംപ്രീതപ്പെടുത്താതെ ഒരിക്കലും ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ ആരാണോ എന്നെ കണ്ടത്, എന്നെ സന്തോഷിപ്പിച്ചിരിക്കുന്നത്, അവർക്ക് തീർച്ചയായിട്ടും ഒരിക്കലും ദുഃഖിക്കേണ്ട ആവശ്യം വരത്തില്ല എന്നൊക്കെ പറഞ്ഞു. നീ ഭാഗ്യവാനാണ്, കാരണം നീ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി നീ ഇത്രയും ത്യാഗമൊക്കെ എടുത്തു. നാരദമുനി വീണ്ടും പറയുകയാണ്, പ്രഹ്ലാദൻ ആ അസുരകുലത്തിൽ ഏറ്റവും ഉന്നത വ്യക്തിയായിരുന്നു. പക്ഷെ എന്നിട്ടും ഭഗവാൻ പല രീതിയിലുള്ള പ്രലോഭിപ്പിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങൾ പറഞ്ഞിട്ടും ആ ഒരു ഭൗതിക സുഖത്തിന് വേണ്ടി പ്രഹ്ലാദൻ ഒന്നും ആഗ്രഹിച്ചില്ല. അന്നേരം സാക്ഷാൽ ഭഗവാൻ തന്നെ മുന്നിൽ നിന്നിട്ടും ഭഗവാൻ ചോദിച്ചു, എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. പക്ഷെ എന്നിട്ടും പ്രഹ്ലാദൻ ഭൗതികപരമായിട്ട് ഒന്നും ചോദിച്ചില്ല എന്നാണ് നാരദ മഹർഷി പറയുന്നത്. പ്രഹ്ലാദൻ സാധാരണ ഒരു കൊച്ചുകുട്ടിയാണ്. അന്നേരം ആ ഒരു ഭഗവാൻ എപ്പോഴാണോ പല രീതിയിലുള്ള അനുഗ്രഹങ്ങൾ തരാം എന്ന് പറഞ്ഞത്, അതെല്ലാം ഭക്തി ജീവിതത്തിൽ ഒരു തടസ്സമായിട്ടാണ് പ്രഹ്ലാദൻ കണ്ടത്. എന്നിട്ട് പ്രഹ്ലാദൻ എന്താണ് പറഞ്ഞത് നമുക്ക് നോക്കാം. ശ്രീ പ്രഹ്ലാദ ഉവാച മാം പ്രലോഭ്യ ഉത്പത്യ സക്തം കാമേഷു തൈവരേ തത്സംഗഭീത ധിർവിന്ന മുമുക്ഷൂതം ഉപാശ്രിത. ഇതെല്ലാം ഒരു വലിയ ആപത്താണ്. എന്താണ്? ഞാനൊരു പൊതുവെ ഈശ്വര വിശ്വാസം ഇല്ലാത്തൊരു കുടുംബത്തിലാണ് ജനിച്ചത്. എനിക്ക് പൊതുവെ ഭൗതിക ആസ്വാദനത്തിൽ പൊതുവെ താല്പര്യമുണ്ട്.
അതുകൊണ്ട് എന്നെ പ്രലോഭിപ്പിക്കരുതേ ഭഗവാനെ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ വളരെയധികം ഭയപ്പെടുന്നു ഇങ്ങനെയുള്ള ഭൗതിക സാഹചര്യത്തെക്കുറിച്ച്. അതുകൊണ്ട് എനിക്ക് മോക്ഷത്തിലും താല്പര്യമില്ല. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ തൃപ്പാദം മാത്രമാണെന്നാണ് പറയുന്നത്. കാരണം ആ ഒരു ആസുരിക കുലത്തിലായതുകൊണ്ട് ആ കാമത്തിൻ്റെ ഒരു ബീജം എൻ്റെ ഉള്ളിലുണ്ട്. അതാണ് എല്ലാവിധ ഭൗതിക അസ്തിത്വത്തിൻ്റെയും കാരണം. അതുകൊണ്ട് അങ്ങ് എന്നെ ഈ ലോകത്തിൽ വിട്ടത് ആ ഒരു പരിശുദ്ധ ഭക്തരുടെ ലക്ഷണം കാട്ടാൻ വേണ്ടിയാണ്. അതിന് ഇതൊക്കെ ഒരു തടസ്സമായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങ് എനിക്ക് ഇങ്ങനെയുള്ള പ്രലോഭങ്ങളൊന്നും തരരുത്. പിന്നെ ഞാൻ അങ്ങയുടെ സേവകനാണ്. അന്നേരം സേവകൻ ഒരിക്കലും സ്വാമിയിൽ നിന്നൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. അതുകൊണ്ട് അങ്ങ് ദയവ് ചെയ്ത് എന്നോട് ഇങ്ങനെയുള്ള പ്രലോഭനമൊന്നും തരരുത് എന്നാണ് പറയുന്നത്. അന്നേരം ഉടനെ ഭഗവാൻ എന്താണ് പറയുന്നത്? ഭഗവാൻ പറയുന്നു, നിന്നെ പോലുള്ള ഭക്തൻ ഒരിക്കലും ഭൗതിക ആഗ്രഹങ്ങൾ ചോദിക്കത്തില്ല. എനിക്കറിയാം, ഈ ഒരു ജന്മത്തിലും അടുത്ത ജന്മത്തിലും. പക്ഷെ എന്നാലും ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയാണ്. എന്താണ്? നിനക്ക് എല്ലാവിധ ഐശ്വര്യവും ലഭിക്കട്ടെ. നീ അസുരന്മാരുടെ രാജാവായിട്ട് എത്രത്തോളം ഒരു മന്വന്തരത്തോളം മനുവിൻ്റെ കാലം എത്രയാണ് മനുവിൻ്റെ കാലം? അതിന് പൊതുവേ ഈ 14 മനുക്കൾ വരും. 71 ചതുർയുഗം, അതായത് കലിയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം, സത്യയുഗം. ഇങ്ങനെ 71 പ്രാവശ്യം കറങ്ങുമ്പോൾ എന്തായി? ഒരു മന്വന്തരമായി. അത്രയും മന്വന്തരം നീ അസുരന്മാരുടെ രാജാവായിട്ട് ഭരിക്കട്ടെ എന്ന് പറയും. പിന്നെ നീ ഭൗതിക ലോകത്തായാലും എന്താ, അല്ലെങ്കിൽ എന്താ, നീ തീർച്ചയായിട്ടും എൻ്റെ സന്ദേശങ്ങൾ നീ കേട്ടുകൊണ്ടിരിക്കും. എപ്പോഴും എന്നെക്കുറിച്ച് തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നീ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം എല്ലാവിധ സന്തോഷവും ആസ്വാദനവും നിനക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൂടാതെ എപ്പോഴാണോ ആ സമയം തീരുന്നത്, അപ്പോൾ നീ ഉപരിലോകങ്ങളിലേക്ക് പ്രവേശിച്ച് എല്ലാവിധ ഭൗതിക അസ്തിത്വത്തെയും വിട്ടുകൊണ്ട് എൻ്റെ ധാമത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് പറയുന്നത്. അന്നേരം ഇവിടെ പ്രഹ്ലാദൻ വീണ്ടും എടുത്ത് പറയുകയാണ്. എന്ത് പറഞ്ഞു? ആ കരുണാസിന്ധോ ഒരു ആഗ്രഹം കൂടെ ഞാൻ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, എന്താണ്? എൻ്റെ അച്ഛൻ മരണസമയത്ത് അങ്ങയുടെ നോട്ടത്താൽ തന്നെ അദ്ദേഹം തീർച്ചയായിട്ടും രക്ഷപ്പെട്ടു. പക്ഷേ ആ ഒരു അന്ധകാരത്താൽ അങ്ങയുടെ ശക്തിയോ അങ്ങയുടെ അതീശത്വമോ ഒന്നും ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. അന്നേരം അദ്ദേഹം ഇപ്പോഴും ചിലപ്പോൾ വിചാരിക്കുന്നത് എന്തായിരിക്കും? അങ്ങായിരിക്കും അദ്ദേഹത്തെ വധിച്ചെന്ന്. അതുകൊണ്ട് പല രീതിയിലും അങ്ങേ അപകീർത്തിപ്പെടുത്തി, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു. അതുകൊണ്ട് ദയവ് ചെയ്ത് അദ്ദേഹത്തിനോട് ക്ഷമിക്കണമെന്നാണ് പറഞ്ഞത്. അന്നേരം ഭഗവാൻ എന്താണ് പറയുന്നതെന്നറിയോ? വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രീ ഭഗവാൻ ഉവാച ത്രീ സപ്തഭീപീതപൂത പിതൃഭീ സഹതേ അനഘ യത്സാദോ അസ്യ കുലജാതോ ഭവാൻ വൈ കുലപാവന. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. ഇതിൽ പറയുന്നതാണ്, പ്രഹ്ലാദ, പരിശുദ്ധ ഭക്ത, ഇത്രയും സാധുവായിട്ടുള്ള നീ ആയതുകൊണ്ട് നീ നിൻ്റെ അച്ഛനെ പരിശുദ്ധീകരിച്ചു. അതുകൂടാതെ നിൻ്റെ അച്ഛൻ്റെ കൂട്ടത്തിൽ 21 തലമുറ, നിൻ്റെ കുടുംബത്തിലുള്ള 21 പിതൃക്കൾ, അവരെല്ലാം നീ ജനിച്ച അതേ കുടുംബത്തിലായതുകൊണ്ട് അവർക്കെല്ലാം ഉയർന്ന പദവിയാണ് ലഭിക്കാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഭഗവാൻ എല്ലാ രീതിയിലും പ്രഹ്ലാദനെ സന്തോഷിപ്പിക്കുക. നോക്കണേ, അതാണ് നരസിംഹലീല, അത്ഭുത നരസിംഹലീല. അതിലൊന്ന് ആലോചിച്ച് നോക്കൂ. ഹിരണ്യകശിപു പ്രഹ്ലാദൻ എങ്ങനെയാണോ ഈ ലോകത്തെ ഹിരണ്യകശിപു എങ്ങനെയാണോ ഈ ലോകത്തെ നിയന്ത്രിക്കാൻ ആഗ്രഹിച്ചത്, ആ ഒരു ഹിരണ്യകശിപുവിനെ പോലെ തന്നെയാണ് പ്രഹ്ലാദനും എല്ലാവിധ സുഖഭോഗങ്ങളും ആസ്വദിക്കുന്നത്. പക്ഷെ രണ്ടുപേരും തിരഞ്ഞെടുത്ത വഴികൾ വ്യത്യസ്തമാണ്. ഹിരണ്യകശിപു ബലത്താലും മറ്റുള്ളവരെ ദ്രോഹിച്ചും കൊണ്ടും ആ ഒരു പദവി പിടിച്ചടക്കാൻ നോക്കി. പക്ഷേ എന്തായി? ഹിരണ്യകശിപു പെട്ടെന്ന് തന്നെ മരിച്ചു. പക്ഷെ അതേ സമയത്ത് പ്രഹ്ലാദൻ മറ്റാരെയും ദ്രോഹിക്കാൻ ആഗ്രഹിച്ചില്ല. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ
ഉറച്ചു നിൽക്കണമെന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. അധികാരമോ ഭരണമോ ഒന്നും വേണമെന്നില്ലായിരുന്നു. അന്നേരം ഭഗവാൻ പല രീതിയിലുള്ള വരങ്ങൾ വേണമെങ്കിൽ ചോദിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ടും പ്രഹ്ലാദൻ ഒന്നിനും തയ്യാറായില്ല. പ്രഹ്ലാദൻ പറഞ്ഞു, ഞാൻ അവിടുത്തെ ദാസനാണ്, ദാസൻ്റെ സ്ഥാനം തൃപ്പാദങ്ങളിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ സന്തോഷിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഏതൊക്കെ രീതിയിൽ പ്രലോഭിപ്പിക്കാൻ നോക്കിയാലും നീ ഇതൊന്നും എടുക്കത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ നിനക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുവാണ്. എന്നിട്ട് പറഞ്ഞ് ഒരു മന്വന്തരം, ഒരു മനുവിൻ്റെ അത്രത്തോളം 71 ചതുർയുഗം നീ ഈ ലോകത്തെ ഭരിക്കും, അസുരന്മാരുടെ രാജാവായിട്ട് എല്ലാവിധ സുഖഭോഗങ്ങളും നിനക്ക് ആസ്വദിക്കാൻ പറ്റും. പക്ഷെ അതിൽ നീ ആസക്തിയും തോന്നത്തില്ലെന്നാണ് പറയുന്നത്. നോക്കണേ, രണ്ടുപേരും ഹിരണ്യകശിപു ആഗ്രഹിച്ചു ഇങ്ങനെയുള്ള ഒരു ജീവിതം. പ്രഹ്ലാദൻ അങ്ങനെ താല്പര്യമില്ല. പ്രഹ്ലാദൻ ഭഗവാന്റെ തൃപ്പാദങ്ങൾ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. അതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാം ലഭിച്ചു. ഹിരണ്യകശിപു പ്രഹ്ലാദന് എന്താണോ ഭഗവാൻ കൊടുത്തത് അത് തന്നെ ബലാത്കാരേണ പിടിച്ചടക്കാൻ നോക്കി. പക്ഷെ എന്തായി? പെട്ടെന്ന് തന്നെ മരിച്ചു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇത്രയൊക്കെ ആയിട്ടും ഒരു വരം കൂടെ എനിക്ക് വരണമെന്ന് ചോദിച്ചു. അന്നേരം പറയും, എന്താണ്? എൻ്റെ അച്ഛൻ ഒരുപാട് അങ്ങേ വേദനിപ്പിച്ചു, വിഷമിപ്പിച്ചു. ഒന്ന് ആലോചിച്ചു കൂടാം. ഇത്രയൊക്കെ ദ്രോഹിച്ച ആ ഒരു അച്ഛനോട് പോലും പ്രഹ്ലാദന് കാരുണ്യമുള്ളൂ. അദ്ദേഹത്തിനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അന്നേരം ഭഗവാൻ പറയുകയാണ്, നീ എന്താണ് പറയുന്നത്? നിന്നെ പോലെ ഒരു മകൻ ഈ ഒരു കുലത്തിൽ ജനിച്ചുകൊണ്ട് നിന്റെ അച്ഛൻ മാത്രമല്ല 21 തലമുറ അവർക്കെല്ലാം മോക്ഷം ലഭിക്കാൻ പോവുകയാണ്, ഉയർന്ന പദവി ലഭിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ചു. അന്നേരം ശ്രീല പ്രഭുപാദ് ജി പറയുന്നു ഭാവാർത്ഥത്തിൽ, 21 പിതൃക്കൾ മാത്രമല്ല മുന്നോട്ടുള്ള കുലത്തിലും, അന്നേരം 21 കുലം തലമുറ പുറമോട്ടും മുന്നോട്ടും പ്രഹ്ലാദനെ പോലുള്ളൊരു ഭക്തൻ ജനിച്ചുകൊണ്ട് എല്ലാം കൊണ്ടും അവിടെ ആനന്ദം തന്നെയായിരിക്കും, എല്ലാവർക്കും മോക്ഷപദവി ലഭിക്കുന്നു. അന്നേരം വളരെ സന്തോഷം. എല്ലാം കൊണ്ടും നരസിംഹവാന്റെ കൃപാകടാക്ഷം കൊണ്ടും ആ ഭക്തപ്രഹ്ലാദൻ്റെ കൃപാകടാക്ഷം കൊണ്ടും നമുക്ക് ആ നരസിംഹ ചരിതം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. എല്ലാം കൊണ്ടും ഭഗവാന്റെ കാരുണ്യം. അന്നേരം ഇനി നരസിംഹാർത്തി പാടി നമുക്ക് ഇന്നത്തെ സത്സംഗം അവസാനിപ്പിക്കാം. എന്നിട്ട് നാളെ 7:45 നമുക്ക് അടുത്ത സത്സംഗം തുടങ്ങാം. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യോ നമാമിഹം. ശ്രീനരസിംഹ ജയ നരസിംഹ, ജയ ജയ ശ്രീ നരസിംഹദേവ്. പ്രഹ്ലാദേശ മുഖപത്മ ജയ പത്മവിംഗം. നമസ്തേ നരസിംഹായ, നമസ്തേ നരസിംഹായ.
नरसिंहदेव भगवान की जय। भक्त शिरोमणि प्रहलाद महाराज की जय। निताय गौर പ്രേമാനന്ദേ ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നരസിംഹന്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഭഗവാന്റെ ശക്തി ഉണ്ടല്ലേ? നമ്മൾ സംസാരിച്ചപ്പോൾ മഴയൊന്നും വന്നില്ല. ഭഗവാന്റെ ആ ഒരു പറഞ്ഞ് ലീല തീർന്നത് അപ്പോഴാണ് മഴയൊക്കെ വന്നത്. എല്ലാവിധ വിഘ്നങ്ങളും മാറ്റാൻ പറ്റും സാക്ഷാൽ നരസിംഹഭഗവാൻ. അതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ. ഭക്തിയുടെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഹരേ കൃഷ്ണ. പ്രഭുപാദ് കി ജയ്.